സ്തുതിനിൻ കനിവിനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞിന്നെങ്ങും കാണുന്നു നിന്ദാനം. നീനുവയരോടുണ്ടായ കോപം നിലവിളിയായി നീ നീക്കിയല്ലോ. അഹരോന്റെയുമാ സ്കറിയാ തന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക. Hi friends, thank you for joining in this live. ഇന്ന് നമ്മൾ അല്പം ലേറ്റ് ആയിട്ടാണ് ലൈവ് വന്നിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. ഇന്ന് നമുക്ക് നമ്മുടെ ലൈവിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗിവറീസ് മാർ ജൂലിയോസ് തിരുമേനി നമ്മളോട് കൂടെ ഉണ്ട്. ബാർക്കുമോർ തിരുമേനി. തിരുമേനി അമേരിക്കയിൽ വന്ന് ഇപ്പം കൊറോണയുടെ പ്രശ്നമാണ്, തിരിച്ചു പോകാനുള്ള ഒരു ചെറിയ വെയിറ്റിങ്ങിൽ തിരുമേനി നിൽക്കുകയാണ്. ഇന്നലെ തിരുമേനിയുടെ ഒരു ചിത്രം കുറച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചായിരുന്നു. അപ്പൊ അതില് ഒരു പലരും പറഞ്ഞു തിരുമേനി ഈ കുപ്പായം ഇടുന്നത് അത് ഷർട്ടാണെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതൊരു കുപ്പായമാണ്. കാരണം പല ആളുകളും എന്നോടും ചോദിച്ചു ഇതൊരു അതെന്താ തിരുമേനി ഒരു സാധാരണ കാണാത്തൊരു പോക്കറ്റ് എവിടെ ഇങ്ങനെ. ഞാനിത് മുൻപൊരു ലൈവില് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശിവപാസിന്റെ കൂടെയല്ല. ഇത് ആക്ച്വലി ഒരു ക്ലർജി കോട്ടാണ്. ഇത് നമ്മളൊരു കുപ്പായം, അതായത് ഞാനൊന്ന് എഴുന്നേറ്റിരിക്കാതെ, ഇതൊരു ഫുൾ കാസക്കാണ്. അതായത് അറബിക് കാസക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന മെട്രാച്ചന്മാരുടെ കുപ്പായം. സാധാരണ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇതിന്റെ മുകളിൽ കറുത്ത കുപ്പായം ഇടും. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ ഒന്നുകിൽ ഒന്ന് കെട്ടും, കാരണം ഇത് കുപ്പായം ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ മറ്റൊന്നാണ്, ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ മുഴുവനുള്ളതാണ്, അതിന് മുകളിൽ ഒരു കോട്ട് ഇടും. കോപ്റ്റിക് ഓർത്തഡോക്സ് തലത്തിലോ അല്ലെങ്കിൽ സുറിയാനി സഭയിലോ ഗ്രീക്കുകാരിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വൈദികർക്കും ഉണ്ട് മേൽപ്പട്ടക്കാർക്കും ഒരു ഇതിന്റെ മുകളിൽ അതിനെ ക്ലർജി കോട്ട് എന്ന് വിളിക്കും. ആ ക്ലർജി കോട്ടിലെ എന്നത് ഒന്ന് അതിന്റെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്രോസ് പോക്കറ്റ് ആണ്. ക്രോസ് പോക്കറ്റ്. അപ്പം അതിൽ ക്രോസ് വെക്കാം. പിന്നെ അതുപോലെ നമുക്കുള്ള മറ്റൊരു ആവശ്യമുള്ള ഒരു സാധനമാണ് ഒരു പാൻ വയ്ക്കാം. താഴെ പോക്കറ്റ് കാണും. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കരുതാനുള്ള ഒരു സംവിധാനവും ചെറിയ ഒരു ചെസ്റ്റിനൊക്കെയുള്ള ഒരു സംരക്ഷണം. ഇതേ കോട്ടിനെ തന്നെ പലരും ഇത് പണ്ട് ഗാന്ധി കോട്ടായിരുന്നു, നെഹ്റു കോട്ടായിരുന്നു, ഇപ്പൊ മോദി കോട്ട് എന്ന് വിളിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതൊരു വസ്ത്രം എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഈ നീണ്ട കാല്, നമ്മുടെ കുപ്പായം അവിടെ നിന്ന് മാറുന്നില്ല, ഇല്ല, കാല് വരെ ഉള്ള കുപ്പായമാണ് നമ്മൾ ഇടുന്നത്. അതിന്റെ മുകളിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് പതിവായി കാണാത്തതുകൊണ്ട് അതുപോലെ അല്ല ചോദിച്ചത് കൊണ്ട് നമുക്കതൊന്ന് പറയാനൊക്കും. എന്നാൽ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ യാമപ്രാർത്ഥനകളും നമസ്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ കറുത്ത കുപ്പായം ഉപയോഗിക്കും. അപ്പൊ ഈ കോട്ടില്ല, കറുത്ത കുപ്പായം, കറുത്ത കുപ്പായം ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാം കുർബാനയ്ക്ക് സാക്രമെന്റ്സിനൊക്കെ വരുമ്പോൾ നമ്മൾ കാപ്പ ഉപയോഗിക്കും. ഇന്നലെ പിന്നെ തിരുമേനിയുടെ സ്ലീബ കാർഡ്ബോർഡിന്റെ ആണ്. അത് ആ സ്ലീബ ഒന്ന് കാണിക്കാവോ? അതേ സ്ലീബ ആയാലിത് പ്രശ്നം നോക്കാം. അതിലെ എന്താ ഒരു ഭാഗത്ത് ക്രൈസ്റ്റിന്റെ ഒരു ഐക്കണാണ്, മറുഭാഗത്ത്
അമ്മയും അപ്പൊ ഈ സ്ലീവാണോ തിരുമേനി എപ്പോഴും ഉപയോഗിക്കുന്നത്? അതെ അതെ അതെ. ഇതിനൊരു കാരണം പറയാം. ക്രോസ്, വുഡൻ ക്രോസ്. അപ്പോൾ ഇനി ഇതിൽ വേറൊരു ഒരു ഒരു കംപ്ലൈൻ്റ് ആണ്, യൂലിയോസ് മെത്രാച്ചൻ്റെ സ്ലീവാക്കി തുണിയില്ല. അല്പം കൂടെ ഒന്ന് ചിലർ പറയും അദ്ദേഹത്തിന്റെ സ്ലീവായിക്ക് പോലും തുണിയില്ല, വേറൊരു അർത്ഥത്തിൽ പോലും പറയുന്നതൊക്കെ ഇതൊക്കെ. അപ്പം അതിന്റെ കാരണം എന്താണെന്ന് മറ്റൊരു സ്ലീവ് ഉണ്ടല്ലേ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഇത് എല്ലാ പ്രീസ്റ്റിന്റെയും കയ്യിലുണ്ടാകേണ്ടതാണ് ഒരു ക്ലർജി ക്രോസ്. അതെ, ക്ലർജി ക്രോസ്. അതുപോലെ തന്നെ ഒരു ക്രോസ് ചെയ്യുന്നുണ്ട്. അച്ഛന്മാരത് മരത്തിൻ്റെ ഒരു വുഡൻ ചെയ്യുന്നതായിരിക്കും സാധാരണ ഉപയോഗിക്കുക. സ്ഥാനങ്ങൾ കൂടുന്നതനുസരിച്ച് അതിൽ ചില മാറ്റങ്ങൾ, ഒരു ക്രൗണുള്ള സ്ലീവായിരിക്കും. ഇത് ടിപ്പിക്കൽ ഇന്ത്യൻ നോർമൽ ക്രോസ് ആണ്. എന്നാൽ ഓർത്തഡോക്സ് വേൾഡിലെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചോട്ടെ, അല്ലെ ബ്രദർഷിപ്പ് എങ്ങനെയാണ്? അപ്പോൾ ബ്രദറിന് അറിയാമല്ലോ, ഈ ഇതിനൊരു ക്രൗണൊക്കെ ഉണ്ടെങ്കിൽ അത് കോർപ്പിസ്കോപ്പമാർ. അതേസമയം ഒരു ബിഷപ്പിന്റെ ഒഫീഷ്യൽ ഡ്രസ് എന്ന് പറയുന്നത് ഒരു പനാഗിയാണ്, അമ്മയും കുഞ്ഞും. അത് കന്യകമറിയാമും യേശുവും എന്നുള്ളത് മാത്രമല്ല, സഭയുടെ തന്നെ സിമ്പലാണ്. സാധാരണ അതായിരുന്നത്. എന്നാൽ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് സെക്കുലർ ഡ്രസ്സാണ്. സെക്കുലർ ഡ്രസ്സിൽ ഈ കുപ്പായം ചുവപ്പോ അല്ലെങ്കിൽ കറുപ്പോ ഇടാം, യാത്ര ചെയ്യാം. അതിലും ഒരു തിയറിയുണ്ട്. ഭദ്രാസനത്തിലായിരിക്കുമ്പോൾ നമ്മൾ റെഡും, ഭദ്രാസനത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ബ്ലാക്കും എന്നുപോലൊരു തിയറിയുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും അധികം ചുവന്ന കുപ്പായാണ് ഇടാറ്. പക്ഷെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കറുപ്പാണ് ഉപയോഗിക്കുക. കറുപ്പ് ഇടുമ്പോൾ കറുത്ത കോട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇതിന്റെ ലക്ഷ്യം ഇതാണ്. നമുക്ക് രണ്ട് കൈയിൽ ഇതൊക്കെ ഒരു കാര്യങ്ങളാണ്. അത്ര അവിടെ കിടന്ന് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മതം തന്നെ ഈ പെരിഫറൽ കാര്യങ്ങൾ, അത് ഇതിലെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതായത് നമുക്ക് ഉയർന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അറിയാത്തപ്പോൾ നമ്മൾ മെയിനായിട്ട് വ്യക്തികളെടുത്ത് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ സഭകളെ തമ്മിൽ അങ്ങനെയുള്ളതാണ്. അപ്പൊ അതിലെ ഒന്നുകൂടി പറഞ്ഞാൽ ഈ സ്ലീവ എപ്പോഴും നമ്മുടെ സന്തോഷമായിരിക്കും. പട്ടം കൊടുക്കുമ്പോൾ ഒരു പുരോഹിതന്, വൈദികന് പട്ടം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ലീവായും ഒരു ഏവൻഗേലിയനും മെത്രാപ്പൊലീത്ത കൊടുക്കണമെന്നാണ് കാനോൻ പറയുന്നത്, പട്ടക്രമത്തിൽ പറയുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്കിയൂസോ ഖാദീഷൂസോ, വെടുപ്പാക്കുന്നത് വചനത്താലാണ്. വെടുപ്പാക്കുക ദക്കിയൂസോ, ആ വചനം കൊണ്ട് പ്രപഞ്ചത്തെ വെടുപ്പാക്കണം, പ്രാർത്ഥന കൊണ്ട് വെടുപ്പാക്കണം, ശുദ്ധീകരിക്കണം, വെടുപ്പാക്കണം. അതിൻ്റെ സിമ്പിളാണ് ദ വേർഡ് ഓഫ് ഗോഡ്. ദെൻ ഖാദീഷൂസോ, ബാറക്കാദീസ്, ശുദ്ധീകരിക്കുക, ഖാദേശ് പറയുക, എല്ലാത്തിനെയും വാഴ്ത്തുക, അതിനാണ് സ്ലീവ. അപ്പൊ ഈ രണ്ട് സാധനവും ഒരു പുരോഹിതന്റെ സന്തത സഹചാരിയായിരിക്കും. ഇത് ഗ്രീക്ക് ക്രോസാണ്. ആ ക്രോസ് അതേ രീതിയിൽ ഞാൻ ഇന്ത്യയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒന്നല്ല, ഇതിൻ്റെ പല വെറൈറ്റി പലതുണ്ട്. ഹാർഡ് ബോർഡല്ല, തിക്ക് വുഡാണ്. എന്നിട്ട് ഇത് വൈദികർക്കെല്ലാം സമ്മാനമായിട്ട് ഞാൻ കൊടുക്കും. എന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ വൈദികർക്കും ഞാനത് സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് പറയുകയും ചെയ്ത് കയ്യിലുണ്ടാകും. ഇപ്പം ബ്രദർ പറഞ്ഞു തിരുമേനി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വെച്ചാലും മതി, പക്ഷേ അതിനേക്കാളും മതി കർത്താവിൻ്റെ സ്ലീവ കൊണ്ട് ആശീർവദിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നൊരു പാരമ്പര്യം. ഇതിനൊക്കെ കുറച്ചുകൂടി ഞാൻ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയത് ഞാൻ ഈ ഓർത്തഡോക്സ് വേൾഡിൽ, പ്രത്യേകിച്ച് എത്യോപ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് വേൾഡിലൊക്കെ പോയപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, വഴിയിൽ വെച്ചാണെങ്കിൽ പോലും ആളുകൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി വരും. കയ്യം കാൽമുട്ട് മുട്ടും, ചിലപ്പോൾ കുനിഞ്ഞ് കാലുമുട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുക. ചിലപ്പോൾ അവർ പറയും ബാറക് മോർ ആബൂന എന്ന് പറഞ്ഞാൽ ബ്ലസ് മീ ആബൂന. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആലോഹാൻ ബാറേക്ക് പറഞ്ഞുകൊണ്ട് അവരെ സ്ലീബ ആശീർവദിക്കും. നമ്മുടെ ഈ ഒരു അഭിവാദനം, ഇപ്പൊ ഒരു പട്ടക്കാരനെ കാണുമ്പോൾ നമ്മൾ ബാറക്കുമ്പോൾ സാറിനെ പറയും. അപ്പം പലരും ആ പ്രത്യഭിവാദനം പറയാറ്. അതെ, അവിടെയും ഒരു കാരണം പറയാം. യഥാർത്ഥത്തിൽ ബാറക്കുമോർ എന്ന് ഒരേ സ്റ്റാറ്റസിൽ ഇപ്പൊ രണ്ട് ബ്രദേഴ്സ്, രണ്ട് സാധാരണക്കാര് പരസ്പരം അവർക്കും ബാറക്കുമോർ പറയാം, ബ്ലസ് മീ.
ബ്ലസ് മീ. അല്ല, നമുക്കൊരു സംസ്കാരം നഷ്ടപ്പെട്ടില്ല. കാരണം ഇപ്പൊ കാത്തലിക്ക സഹോദരങ്ങളെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇപ്പൊ അവര് മാറിയിട്ട് ക്രൈസ്തലോടായി, കാരണം ഈ കരിസ്മാറ്റിക് വന്നപ്പോൾ. പക്ഷേ ഈ നമ്മുടെ സുറിയാനിക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു അഭിവാദന ശൈലി, ഒരു സംസ്കാരം ഇല്ലാതായി. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതാ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിങ് ഇതിൽ നിന്ന് പോയതാണ്, ഇസ്ലീബ ഉൾപ്പെടെ. അതായത് സുറിയാനി ബ്രദറിനറിയാമല്ലോ, യഥാർത്ഥ സുറിയാനി പൗരസ്ത്യ സുറിയാനിക്കാർക്ക് ഇസ്ലീബ ഉണ്ട്, വൈദികർക്ക് മാലയുണ്ട്, ഈ ആശീർവാദവും ഐ മീൻ പ്രാരംഭ വാക്കുകളും അഭിവാദനവും പ്രത്യഭിവാദനവും ഉണ്ട്. അതാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു വൈദികനോടോ മെത്രാപ്പോലീത്തയോടോ ബാറക്കുമോർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൈദികനോടാണെങ്കിൽ ശരിക്കും വൈദികനോടാണ് ബാറക്കുമോർ അബൂന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്ലസ് മീ ഓൺ നോട്ട് ഫാദർ പ്ലസ് മീ. അപ്പോൾ ആലോഹാൻ നെ ബാറേക്ക്, ആ നെ ബാറേക്ക് എന്നുള്ള അത് ചിലർക്ക് അറിയില്ല, ചിലർക്ക് ആലോഹാൻ ബാറേക്ക് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ആക്ച്വലി ആലോഹാൻ ബാറേക്ക് എന്നാണ്. ആലോഹാൻ ബാറേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡീഡ് മേ ഗോഡ് ബ്ലെസ് യു, ഇമ്പറേറ്റീവ് ആണ്. ഇൻഡീഡ് മേ ഗോഡ് ബ്ലെസ് യു. എന്നിട്ട് വൈദികർ പരസ്പരമാണെങ്കിൽ ഇപ്പം ബാറക്മോർ എന്ന് പറയുമ്പോൾ തിരിച്ചും ബാറക്മോർ പറയും, കാരണം തുല്യ സമസ്ഥാനികളാണ്. ഹയറാർക്കി ആണെങ്കിൽ തിരിച്ച് ഇപ്പം രണ്ട് ബിഷപ്സ് ആണെങ്കിൽ അങ്ങോട്ടും ബാറക്മോർ പറയും, ബാറക്മോർ പറഞ്ഞ് കൈമുട്ടും. ആ ഉപചാരം അതെ ഹൈറാർക്കിക്കലായിട്ട്. അപ്പോൾ അലോഹാന്റെ ബാറേക്ക് എന്ന് പറയും, ബാവാതിരുമേനി പറയും, കാരണം നമ്മളെക്കാൾ ഹയർ ഇതിലായതുകൊണ്ട് ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അതിന് പിന്നെ വൈദികരെ പിതാക്കന്മാരെ കാണുകയാണെങ്കിൽ ബാറക്മോർ സെയ്ദിനാന്ന് പറയും. സെയ്ദിന എന്ന് പറഞ്ഞാൽ വൈദികരൻ ആ അർത്ഥത്തിൽ പറയും, അലോഹാന്റെ പറയും. രണ്ട് ഒരേ സമസ്ഥാനികൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറക്മോർ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവഞ്ച്വലി നഷ്ടപ്പെട്ടു. ഒരു നാടൻ രീതി എന്താ എന്തുകൊണ്ട് ആ ഒരു രീതിയായിട്ട് അതുപോലെ തന്നെയാണ് കൈമുത്തുന്നത്. മെത്രാപ്പോലിത്തന്മാരുടെ മാത്രമല്ല, വൈദികരുടെ കൈമുത്തും, വൈദികരുടെയും കൈമുത്തണം. അപ്പോൾ വൈദികരുടെ കയ്യിൽ കുരിശ് എപ്പോഴും ഉണ്ട്. നമ്മളൊരു ഓർത്തഡോക്സ് വേൾഡിൽ നമ്മൾ എപ്പോഴെ നോക്കിയാലും ഗ്രീക്ക്, കോപ്റ്റിക്, മലങ്കരകൾ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് ഈ സ്ലീബ കാണുമ്പോൾ, അതുപോലെ എന്നെക്കുറിച്ചുള്ള വലിയ പരാതിയാണ് അദ്ദേഹം സ്ലീബ പോക്കറ്റിലുണ്ട്. ഇത് സ്ലീബ ഇടാനുള്ള പോക്കറ്റ്, ഇപ്പോഴത്തെ ഒരു പ്രയോഗമാണ് ക്രോസ് പോക്കറ്റ്. അതുപോലെ നെഞ്ചോട് ചേർന്ന് ഇരിക്കുക എന്ന് പറയത്തില്ലേ, ഞാനിത് വേറെ എങ്ങും അല്ല വെക്കുന്നത്, ഇടനെഞ്ചോട് ചേർന്നിരിക്കുന്നത്, ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോക്കറ്റ് ഇവിടെ വരത്തില്ല, ഇവിടെ വരത്തില്ല, ഇവിടെയല്ലേ ഹൃദയം ഇരിക്കുന്നത്. ഇത് ഇടനെഞ്ചോട് ഹൃദയത്തോട് ചേർന്ന് ആണിത് വെക്കുന്നത്. പിന്നെ ഇതറിയാത്തവർക്ക് എന്ത് വിളിക്കുന്നത് ദൈവവചനം കഷത്ത് വെക്കുന്നവർ. അതെ ഇന്നലെ ആ തിരുമേനിയുടെ ഫോട്ടോയെ നമ്മുടെ സുജിത്ത് ബ്രദർ തിരിച്ച് ഓർത്തഡോക്സിയിലേക്ക് വന്നില്ലേ, ഒരു ഓർത്തഡോക്സിയുടെ ഒരു പ്രസക്തി നമ്മുടെ ആളുകൾ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇതിന്റെ വ്യത്യാസം എന്താണെന്നും നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയും വെസ്റ്റേൺ തിയോളജി ആയിട്ട് ഹൗ ദൈ ഡിഫർ, ഇത് ചെറിയ വ്യത്യാസം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം ഫ്രെയിം വർക്കിൽ തന്നെ വ്യത്യാസം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മുടെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ഞാൻ കണ്ടായിരുന്നു. ശിവന്ന് വിളിച്ചാൽ മതി കേട്ടോ, തിരുവനന്തപുരം തന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്. നമ്മളൊരു ലൈവിൽ പോകും, അത് സാരമില്ല, കാരണം ആ ഒരു ഫോർമാലിറ്റി ഫീൽ ചെയ്യുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ശിവ ചെയ്ത ഒരു ലൈവില് പ്രത്യേകിച്ച് ഈ കാര്യം ഡിസ്കസ് ചെയ്തു. അതായത് വെസ്റ്റ് ഇങ്ങനെ പാമ്പ്, പാപം, പഴം അങ്ങനെ തുടങ്ങുന്നു, ഈസ്റ്റ് അങ്ങനെയല്ല, FPC ലേഖനമല്ലേ ധരിച്ചത്. സ്ഥാപനത്തിന് മുൻപേ ഉള്ള ഒരു മിഷൻ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. അതിനോട് എന്താണ് എനിക്ക് മുഴുവൻ കേൾക്കാൻ ഒത്തില്ല, പക്ഷെ കേട്ടെടുത്തോളം എനിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു. എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമാനിറ്റി, എക്സ്പ്രഷൻ ഓഫ് ദ നേച്ചർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ സുവിശേഷത്തെയും പാപത്തെയും ഒക്കെ കാണുന്നത് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒന്ന് പറഞ്ഞാൽ
ഇവിടെ ഒരു ഇത് പറ്റിയത് ശിവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി സ്ട്രൈറ്റ് വേ. പറ്റിയത് ഈ ഒരു വ്യക്തിയെ അങ്ങ് പിടിച്ചിട്ട് ആ ആളോട് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിന്റെ ജീവിതം ആകെ പോയി, മറ്റൊരുത്തിൽ രക്ഷയില്ല, തീ ചൂള പോലെ കത്തുന്ന ദിവസം വരും, ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് പറയുകയും അത് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് മുഴുവൻ ശാപമാണ്, കോപമാണ്, ദൈവ നിന്നയിൽ നിന്നുണ്ടാകുന്നതാണ്, നിപ്പം മാധ്യസത്തിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമാവും. ഈ വിധത്തിലുള്ള ഒരു തർജനം കൊടുക്കുമ്പോൾ എല്ലാവരും ശക്തരല്ല അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ, ഒരു പേടിക്കും. ഇന്നലെ ഒരു പാസ്റ്ററുടെ ഒരു പ്രസ്താവന ഉണ്ട്, കുറച്ചൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പൊ പാസ്റ്ററെ കുറിച്ച് വേറൊരു പാസ്റ്റർ സ്റ്റോറി പറയും. ഈ പാസ്റ്റർ ഹാർട്ട് ഡിസീസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റായി. ICUയിൽ അഡ്മിറ്റായി ചലിക്കാൻ പോലും വരാതെ ദേഹത്ത് കണക്റ്റഡ് വയേഴ്സും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറം ICU ബെഡിൽ കിടക്കുന്ന ഒരാൾ കുറച്ച് ഭേദമുള്ള ആളാണ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഈ ഓർത്തഡോക്സ് വിശ്വാസം ഈ കിടക്കുന്ന പാസ്റ്റർ വിരലുകൊണ്ട് ആംഗ്യം കാണിച്ച് വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പേടിപ്പിച്ച് ICUയിൽ വെച്ച് തന്നെ ഇതായത് തീരുമാനം എടുപ്പിച്ച് രണ്ടുപേരും ICUയിൽ നിന്ന് പുറത്തു വന്നപ്പം മറ്റേ ആളെ മുക്കി പരിവർത്തനത്തിന് വിധേയപ്പെടുത്തി എന്ന് ഒരു അഭിമാനത്തോടെ പറയുകയാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു മെന്റൽ ടോർച്ചറിങ് ആണ്, ഈ അധികം അറിവില്ലാത്ത ഒരാളെ പേടിപ്പിക്കുക. അപ്പം അതാണ് വ്യക്തിപരമായിട്ട് കൊണ്ടുവരിക. ഞാനൊരു ഇത് പറഞ്ഞപ്പോൾ ഒരു പഴയ കഥ ചുരുക്കുമെന്ന് പറയാം. ഞാൻ നേരത്തെ ഇടവകയിൽ കേരളത്തിൽ ഇരുന്നപ്പോൾ കുന്നംകുളം ഭദ്രാസനത്തിൽ ചെറുപ്പമോട്ടായിട്ടുള്ള ഒരു പള്ളി വീക്കെൻഡിൽ ഞങ്ങളോട് വരും, ആരാധന നടത്തും, എല്ലാ കാര്യങ്ങളും ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് കയറി സെമിനാരിൽ തിരിച്ചു പോകും. അവിടെ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ടീച്ചറാണ്. ടീച്ചറെ എന്നെ വിളിച്ചിട്ട് ഒരു സങ്കടത്തോടെ പറഞ്ഞു, അന്നൊന്നും ഫോൺ ചെയ്ത് കിട്ടാത്ര എളുപ്പമാണ്. സോഫിയ സെന്ററിലാണ് താമസിക്കുന്നത്. ഇവർ ഈ ലാൻഡ് ഫോണിലൊക്കെ വിളിച്ചാണ്, അത് 94 കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയില്ല. എന്താ പ്രതിസന്ധി? അവിടെ ഒരു പാസ്റ്റർ, അതൊരു ലേഡി പാസ്റ്റർ, അവർ സ്വപ്നം കണ്ടു ഈ ടീച്ചറുടെ ഹസ്ബൻഡ് അത് മർച്ചന്റ് നേവിയിലാണ്. മർച്ചന്റ് നേവിയിലെ ഉള്ള ഈ ഹസ്ബൻഡ് നടുക്കടലിലെ പ്രതിസന്ധിയിലാണ്. അപ്പൊ ടീച്ചർ ഇപ്പം മാനസാന്തരപ്പെട്ട് സ്നാനം എടുത്താൽ കപ്പൽ രക്ഷപ്പെടും, കപ്പലിൽ വിടുതൽ അല്ലെങ്കിൽ ഭർത്താവ്. അപ്പൊ ആ കാലത്ത് ഈ കപ്പലുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ല, ഇവർക്കൊന്നും അറിയില്ല. കമ്മ്യൂണിക്കേഷൻ ഒന്നും ലാൻഡ് വരുമ്പോഴേ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് വിശ്വസിക്കുന്നത് വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ട് പക്ഷെ വിളിക്കാമായിരിക്കും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കല് ഒരു സാധ്യതയില്ല. അപ്പൊ ഇവിടുത്തെ ലാൻഡ് ഫോണാണ് അത്. ആ സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലം ഞാൻ പറയുന്നില്ല, പക്ഷെ തൃശ്ശൂരിന്റെ കിഴക്കൻ മേഖലയാണ്, കുന്നംകുളം ഇതിനകത്ത് കിഴക്കൻ. ഒന്നും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ഒന്നും പെട്ടെന്ന് നടക്കുകയില്ല ചുരുക്കത്തിൽ. അപ്പൊ ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഒരു കാര്യം. അപ്പൊ വീടിന്റെ അവസ്ഥ ഞാനൊന്ന് അച്ഛനാണ്. ഈ ടീച്ചർക്ക് ഒരു മകള്, ഭർത്താവിന്റെ അമ്മ, ഭർത്താവിന്റെ അപ്പന്റെ അമ്മ. അപ്പൊ 4 തലമുറയുള്ള സ്ത്രീകൾ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവിന്റെ അപ്പന്റെ അപ്പന്റെ അമ്മ, ഭർത്താവിന്റെ അമ്മ, ഇവരുടെ കുഞ്ഞ്. പടുവൃദ്ധത മുതൽ കൊച്ചു വരെ 4 തലമുറയാണ് ഞാൻ അവർ വീട്. അപ്പൊ ഇതിലാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. ആരോട് ഇവർക്ക് പറയാൻ സങ്കടം പറയാനൊന്നുമില്ല. ഇവര് മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് കെട്ടിക്കൊണ്ട് വന്നതാണ് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ടീച്ചറെ ദൈവത്തെ ഓർത്ത് ഒരു അപകടവും അദ്ദേഹത്തിന് വരികയില്ല. ഞാൻ പിന്നെ ഒറിജിനൽ പേര് പറയുന്നില്ല, കാരണം ഞാൻ ഫേക്ക് പേര് പറയാം. ഒരപകടവും മോളി ടീച്ചറെ നമ്മുടെ തങ്കച്ചിന് വരികയില്ല. അപ് ടു ഞാൻ ശനിയാഴ്ച വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ വന്ന ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരും അമ്മയും വല്യമ്മയും, അതായത് ഇവർ ഭർത്താവിൻ്റെ ഭാര്യ, ഭർത്താവ്, അമ്മ, മോൻ, വല്യമ്മ, കൊച്ചുമ്മ, ഇതാണ് കോണ്ടസ്റ്റ്. പിന്നെ കുഞ്ഞു. ഇവിടെ അവരുടെ വീട്ടിൽ വന്നിട്ടാണ് ഈ ദർശനം പറയുന്നത്. അവരുടെ വീട്ടിൽ വന്ന് ഈ ദർശനം പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. ഞാൻ കണ്ടു, ഇങ്ങനെയാണ്. അവർ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ വന്നിരിക്കുന്നത്.
ഇനി പാസ്റ്ററിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ എങ്ങനെയായാലും പറയാ ലേഡി പാസ്റ്റർ പാസ്റ്റർമാം എന്ന് വെച്ചാൽ ഈ പള്ളിയിൽ തന്നെ ശുശ്രൂഷകന്റെ മകളാണ്. നമ്മുടെ പള്ളിയിലെ ഇപ്പോഴും അദ്ദേഹം ശുശ്രൂഷകൻ. ആ ശുശ്രൂഷകന്റെ മകളെ തൃശ്ശൂർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് കല്ലായ സഭയിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അവിടെ ചെന്ന് അടിയും ബഹളമാക്കി ഭർത്താവിനൊക്കെ ഉപയോഗിച്ചു. അല്ല മറ്റേ മൊബൈലിലൂടെ ഓൺ ചെയ്തിട്ടാൽ മതി. അതായത് വൈഫൈ പോയ മൊബൈലിൽ കയറി പിടിച്ചു. ഞാൻ മൊബൈൽ ഓഫ് ചെയ്താൽ മൊബൈൽ ഓണാ ടീ മൊബൈൽ ഓണല്ലേ? ആണ്. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പൊ എങ്ങനെ തങ്കച്ചൻ വീട്ടിൽ വരും. തങ്കച്ചൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും എവിടെയാണോ ഇറങ്ങിയത് അവിടെ വെച്ച് തന്നെ വിവരങ്ങൾ അറിയും. ഇതേപോലെ ടീച്ചറും മാനസാന്തരപ്പെട്ടു. തങ്കച്ചൻ നല്ല പത്തലുപടിയും വെട്ടിയ മര്യാദ. ഇവിടെ മുതൽ മൂവാറ്റുപുഴ വരെ തങ്കച്ചന് മര്യാദ ഉണ്ടെങ്കിൽ അടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും. അത്ര സ്ട്രോങ് ബിലീവറാണ് തങ്കച്ചൻ. അപ്പോൾ എന്നിട്ട് ഞാൻ ടീച്ചർ വഴി ഇതാ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞിട്ടുള്ള ടീച്ചറാണ്, നിസ്സാരക്കാരിയല്ല. അപ്പം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവർ പറഞ്ഞു ഞാൻ വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലായിരുന്നു. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയും വല്യമ്മയും ഒക്കെ ഇവിടെ ഇരിക്കില്ലേ, ഇവരൊക്കെ അമ്മായിമ്മ വല്യമ്മ ഇവരൊക്കെ ഇവിടെ ഇരിക്കില്ലേ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാട്ട് ഒന്നും സംഭവിച്ചില്ല, സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ കല്യാണം ഈ ഒരു 3 കൊല്ലം അത് അവരുടെ കുഞ്ഞിൻ്റെയാണ് എനിക്കറിയില്ലായിരുന്നു. ചെറുക്കനെ എന്നെ വിളിച്ചത് കേരളത്തിൽ പുറത്തൊരു സ്ഥലത്ത് വെച്ച്. അപ്പം കല്യാണത്തിന് ചെന്നപ്പോഴാണ് ഇവരൊക്കെ അവിടെയുണ്ട്. അപ്പം ഞങ്ങളെ മനസ്സിലായോ ഇത് തിരുവേൻ്റെ കൊച്ചായത്, എന്നെ ഇടവക്കാരൻ തിരുവേൻ്റെ സ്പിരിച്വൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് വലിയ സന്തോഷം തോന്നി. ഒരു സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം ഇതിന് അടുത്ത ഭാഗം അത് എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ എന്തെങ്കിലും പറയാൻ ഷിബോയെ പറയാം. പിറ്റേന്ന് ഞാൻ പള്ളിയിൽ ഈ കാര്യം അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ പാസ്റ്റർ അമ്മയുടെ ഫാദർ അവിടെയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്താ അച്ഛൻ ഞാൻ ചെയ്യുക, അവൾ ഇങ്ങനെ ആയിപ്പോയി. പാസ്റ്ററിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഇവരുടെ എവിടെ ഈ പരിപാടിയും ചോദിച്ചു. അപ്പം തിരുവേനി കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒന്ന് ശാന്തമായിട്ട് നിന്ന് ശബ്ദം കേൾക്കാം, അവിടുത്തെ കൊട്ടും പാട്ടും കേൾക്കാം. തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ ഒരു അവകാശം മേടിച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ യൂത്തിലെ പിള്ളേരോട് പറഞ്ഞു മക്കളെ നമുക്ക് ഇന്ന് അവിടെ വരെ ഒന്ന് പോകാം. കാരണം ഈ കുർബാന കഴിഞ്ഞ് ഉച്ചയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യും. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനയോ കൊണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അപ്പം നോക്കിയപ്പോൾ ഈ ഹോള് കണ്ടു. ഈ ഹോള് കണ്ടപ്പോൾ ഞാൻ ആ വഴി ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് വഴി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ താഴ്ന്നു വന്നോ, ഞാൻ അവിടെ ഒന്ന് കയറി. അച്ഛൻ എന്തിനാ അങ്ങോട്ട് കയറുന്നത്, അവിടെ ആരാധന നടക്കും, ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ കയറിച്ചു ഉടനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ താഴെ നിർത്തി. ഞാനൊന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്തുവാ ഇവിടുന്ന് കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അമ്മച്ചിമാരും അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കുർബാനയെ കണ്ട് എല്ലാം കഴിഞ്ഞവരും ഒരു ആത്മ നിറവിന് വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. കാരണം അതുപോലെയാണ് ഇവർ ക്യാൻവാസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള നുണകൾ പറഞ്ഞാണ് ആളെ പിടിക്കുന്നത്. ഞാൻ കയറി ചെന്നപ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ പിടിക്കും. കോഴ്സിലേക്ക് പോയവരെന്ന് പറയുന്നത് നമ്മുടെ ആളുകളല്ലേ. ബഹുഭൂരിപക്ഷവും ഓർത്തഡോക്സ് മാർത്തോമ സഭകളിൽ നിന്ന് പോയി. പിന്നെ ഇപ്പം എന്താണ് കാത്തലിക് ഇതുള്ളവർക്ക് കാത്തലിക് എന്ന് പോയി വരും. ഇങ്ങനെയുള്ളവരാണ്. ഈ ഭാഗത്തൊക്കെ നമ്മുടെ ബെൽറ്റാണ്, അക്കോമായ ബെൽറ്റാണ് ഞാൻ ഈ പറയുന്ന സ്ഥലം. ഇവരെല്ലാവരും അച്ഛനെ കണ്ടോണ്ട് എല്ലാവരും ചാടി എഴുന്നേറ്റ്. അപ്പം ഞാൻ ചോദിച്ചു ആരാ ഇന്ന ഈ പാസ്റ്റർ? ഞാനാണ്. ഞാൻ ഒരു നിങ്ങളുടെ ആരാധന മുടക്കിയാൽ എനിക്ക് സങ്കടമാണ്. പക്ഷെ ഒരു കാര്യം പറയാനായി ഞാൻ വന്നത്, സ്വപ്നം കാണുന്നെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ കണ്ടോ. എൻ്റെ ഇടവക്കാരുടെ ആരുടെയെങ്കിലും ഭർത്താക്കന്മാർ സ്വപ്നം കാണുകയോ എൻ്റെ വീഡിയോകളിൽ വന്ന് അല്ലാത്ത വിധത്തിൽ നിന്റെ ദർശനം പറയുകയോ ചെയ്താൽ അത്ര ക്രിസ്ത്യായിരിക്കുകയല്ലേ ചിലപ്പോൾ ഞാൻ പറയുന്നത്. എൻ്റെ പിള്ളേർ താഴെ നിൽപ്പുണ്ട്, അവർ കൈകാര്യം ചെയ്ത് കാണും. പിന്നെ എനിക്ക് ഉത്തരവാദിത്വമില്ല. ഈ പരിപാടിയും കൊണ്ട് എൻ്റെ വീടുകളിൽ കയറിയിരിക്കരുത് എന്നൊന്ന് അന്ന് തങ്കച്ചൻ തിരിച്ചു വന്നു. സന്തോഷമായിട്ട് ജീവിക്കുന്നു.
അപ്പൊ ഈ ഒത്തിരി തന്ത്രങ്ങളുണ്ട് പലതരത്തിലുള്ള പിന്നെ പിന്നെ പേടിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ചിലപ്പം അറിയായിരിക്കും, ചിക്കാഗോയിൽ ഒരു ചേട്ടന് വലിയ ചേട്ടൻ വെള്ളിക്കോസിൽ പോയി. അനിയൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, അത് നീ ഇത് ആയില്ലെങ്കിൽ, അപ്പം അവർക്ക് ചെറിയൊരു ഈ ബ്രസ്റ്റ് ക്യാൻസറും കൂടെ വന്ന സമയമാണ്, നീ ഇതിലേക്ക് ഏതാ നീ ഇതിലേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, നിനക്ക് ഓൾറെഡി പ്രശ്നമുണ്ട്, അപ്പൊ ഇതിലേക്ക് വരണം. അപ്പൊ ഈ കൊച്ചാണെങ്കിൽ നാട്ടിലെ പുത്തങ്കാവ് ഇടവക്കാരി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ഫെയ്ത്തിൽ നിന്ന് വന്നിരിക്കുന്ന കൊച്ചാണ്. ഞങ്ങൾ പേടിപ്പിച്ചിരിക്കും. അപ്പൊ ഇതുപോലെ എന്താണ് അന്ന് ഞാനും അതുപോലെ സെറാഫിൻ തിരുമേനിയും ഒക്കെ ആ വീടുമായിട്ട് അതുപോലെ അടുത്ത ബന്ധമുള്ളായിരുന്നു. പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്ന് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനത്തെ നമ്മൾ ഡെയിലി കൗൺസിലിംഗ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. കാരണം എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞൊക്കെ. അപ്പൊ ഈ ഇടയ ശുശ്രൂഷയുടെ ഒരു കാര്യത്തില് നമ്മുടെ സഭയിൽ ഒരു ചെറിയ മേഖലകളിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഞാനത് വളരെ ബ്ലൈൻഡായിട്ട് പറയാം. ഇത്രയും പെന്റക്കോസ്റ്റലിസം കേരളത്തിൽ വളർന്നത് എല്ലാം കൂടെ നമുക്ക് പറയാൻ എനിക്കറിഞ്ഞൂടാ. പക്ഷെ വളർന്നത് ഇൻ ജനറൽ പറഞ്ഞാൽ അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻ പെർട്ടിക്കുലർ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നതിൻ്റെ കാരണം നമ്മുടെ ഈ എന്താണ് 101 കെയർ. ഒന്നാമത് നമ്മുടെ ഇടവകൾ 3000 വീട്, 1500 വീട്, അങ്ങനെയുള്ള ഇടവകൾ ഒത്തിരി ഉണ്ട്. ഒരച്ഛന് പോലും ശമ്പളം കൊടുക്കാൻ ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മാത്രം ഈ ദശയില്ല, അംശമില്ല. അല്ല, അതിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഒരു ഉദാഹരണം മണറാട് പള്ളിയെ പറ്റി പറയാം. മണറാട് പള്ളിയിൽ ഇപ്പൊ ഏകദേശം 4000-ഓളം വീടുണ്ട്. അപ്പൊ അവിടെ ഈ സാധാരണ ഒരു മാസവരി സ്ട്രിക്റ്റ് ആയിട്ട് മാസവരി ഒന്നുമില്ല. ഇടവക്കാര് സത്യം പറഞ്ഞ ഇപ്പം മണ്ണാട്ടുകാരും ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ചൂടാകുമായിരിക്കും. സത്യത്തിൽ അവിടെ അങ്ങനെ ഒന്നും തന്നെ കൊടുക്കാറില്ല. നേർച്ചയൊക്കെ ഇടുക എന്നുള്ളതല്ലാതെ ഈ മണ്ണാട്ട് ഇടവകയുടെ വിഭവസമ്പത്ത് മുഴുവൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും, മറ്റ് സ്ഥലങ്ങളിലേക്ക്. അപ്പം അവിടെ ആ രീതി വരുന്നത്. പിന്നെ അവിടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പണമുണ്ട്. തീർത്ഥാടന കേന്ദ്രം അല്ലാത്ത നോർമൽ പള്ളികളിൽ ആ ഉദാഹരണം പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം നമ്മുടെ അമ്പലമോള് റിഫൈനറിയുടെ അടുത്ത് കുറെ സ്ഥലം ഈ റിഫൈനറി എടുത്തു. കൂടുതലും യാക്കോക്കാരുടെ സ്ഥലം എടുത്തു. ഇതിലെടുത്തതിൽ 30 ലക്ഷം രൂപ വരെ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് കൊടുത്തവരെ എനിക്കറിയാം. കാരണം അവര് ഇപ്പം നമ്മളെ ഈ ഗോസ്പൽ കേട്ടിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, ഇന്ന പ്രാർത്ഥനയെ കൊണ്ട് ഞങ്ങൾ 3 കോടിക്കാണ് വസ്തു വിറ്റത്. അപ്പോൾ തന്നെ കൃത്യമായിട്ട് അവർ വന്ന് 30 ലക്ഷം കൊണ്ടുപോയി. അപ്പം അവിടെ ആ വസ്തു വിറ്റതിൽ നിന്ന് എത്ര കോടി രൂപയാണ് പിടിക്കുന്നത്. അപ്പൊ പള്ളികളിൽ അങ്ങനെ ഒരു ഇൻകം ഇല്ല. അതാണ് ഈ ദശാംശത്തിന്റെ പല വശങ്ങളാണ്. അതാണ് കാരണം എങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ അതിലേക്ക് ഒന്നുകൂടെ വരാം ഈ ഒരു പറഞ്ഞതിൽ നിന്ന്. അപ്പോ ഒന്ന് നമ്മുടെ ജനബാഹുല്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ജനബാഹുല്യം ഉള്ളപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ സാധാരണ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒരു ടോണാണ്, അച്ഛാ എന്നാള് ഓങ്ങനൊക്കെ പോട്ടടാ, അങ്ങനെ ഒരു മൈൻഡ്. അല്ലാതെ ഉടനെ ഓടി അവരുടെ അടുത്ത് ചെന്ന് അവരെ കണ്ട് അങ്ങനെ ഒരു നേച്ചർ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി കാണിച്ചിട്ടില്ല. ഒരു കാരണം കൂടി പിശാച് നമ്മളെ പിടിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. നേരത്തെ ഒന്ന് പറഞ്ഞു, പിശാച് എന്ന് പറഞ്ഞൊരു രൂപമൊന്നുമില്ല, ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സിലെ പിശാച് എന്ന് പറഞ്ഞ സാധനം അത് അഹങ്കാരം കൊണ്ട് താൻ പോരുമ്പോൾ പല കാരണം ഇതിലേക്കല്ല പോകും. അപ്പൊ അങ്ങനെ മലങ്കര സഭയെ ഗ്രസിച്ചൊരു വലിയ പിശാചാണ് ഈ കച്ചുവഴക്ക്. ഞാനൊക്കെ ഒരു പരിധി വരെ ആ പിശാചിന്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ തള്ളിപ്പറയുന്നില്ല. അപ്പോ ആ പിശാച് പല രൂപത്തിൽ വരും. ആ പിശാച് ഒരു പ്രധാന രൂപത്തിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുൾപിറ്റുകൾ, കുർബാന മധ്യയുള്ള പ്രസംഗമല്ല, കുർബാന മധ്യയുള്ള പ്രസംഗം പലപ്പോഴും ഇല്ലാതെയായി. കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ഈ കച്ചുവഴക്കിന്റെ ചരിത്രവും കഥകളുമാണ്. അല്ല, നമ്മുടെ സൺഡേ സ്കൂൾ കരിക്കുലത്തിൽ തന്നെ ഇരുവിഭാഗത്തിലും ഈ സ്റ്റോറീസ് ആണ്. സഭാചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ സഭാചരിത്രം അല്ലല്ലോ.
അപ്പോൾ അതൊക്കെ ഈ ഞാനതിന് അത് അപ്പാടെ തള്ളിപ്പറയല്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒത്തിരി നമ്മൾ വി ഡ്രിഫ്റ്റ് അവേ. സത്യത്തിൽ തിരുമേനി പഴയ കാലത്ത് 6-8 മക്കൾ ഒരു വീട്ടിലുണ്ട്. ഇന്ന് 1-2 ഒക്കെ മാക്സിമം. അപ്പം ഒരു നാള് മുമ്പ് പഴയ പോലെ പോയാൽ പോട്ടണം എന്ന് പറയത്തക്ക രീതിയിലുള്ള നമുക്ക് ആളില്ല. അല്ല, മാത്രമല്ല അവിടെ ഈ നമ്മൾ മിനിസ്ട്രിയിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമല്ലേ, ഒരു ആത്മാവിനെ കുറിച്ചുള്ള ഒരു എരിവ്. അതല്ലേ 100 ആടുള്ളപ്പം ഒരാടിന് വേണ്ടി പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബോധ്യം വന്നില്ല. ഈ തീർച്ചയായിട്ടും ഷിപ്പ് വായിച്ചു കാണും. ഈ യോഹന്നാൻ സ്ലീഹ 100 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ മരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഉള്ളൊരു കഥ, ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ അദ്ദേഹത്തിൻ്റെ യോഹന്നാൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം മാനസിക എന്താ പറയുക സുവിശേഷം അറിയിച്ചു, ക്രിസ്ത്യാനിയാക്കി. എന്നിട്ടൊരു ലോക്കൽ പാസ്റ്റർ അവിടുത്തെ വൈദികനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോയിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും ഈ വൈദികനോട്, എഫെസസിലാണെന്ന് തന്നെ പറഞ്ഞു, ഈ വൈദികനോട് ആ യുവാവ് എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ വൈദികൻ പറഞ്ഞു, ഇവിടെ വരാറുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ല, നീ അവനെ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അവൻ മലയിലാണ് താമസിക്കുന്നത്, ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ ഈ പള്ളിയിൽ ചേർന്നൊക്കെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഇട്ടേച്ച് നിന്റെ ഒരു പരിപാടിക്ക് ഞാനില്ലെന്ന് പറഞ്ഞിട്ട് ആ വാർദ്ധക്യത്തിൽ ആ മല കയറിപ്പോയി അവനെ കണ്ടുപിടിച്ചു. കാരണം അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഈ 99 വിട്ട് അതിപ്പത്തെ എക്കണോമിക്സിലൊന്നും അത് പെടുകയില്ല. എന്നാൽ അന്നത്തെ കർത്താവിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് 99 ബ്ലോക്ക് അവരെ നന്നായിട്ടവിടെ നിൽക്കുക. നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗത്തിലെ സന്തോഷം അല്ലേ, പെറൂസിയാനിക് ഹാപ്പിനെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് അതിനകത്തെ കാര്യം. അതിനകത്ത് ഈ ഒരു നമ്മുടെ വൈദികരെ ആ രീതിയിലൊന്ന് പരിശീലിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയമുണ്ടോ? ഈ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അത് വേറൊരു വിഷയം. ഇപ്പൊ തന്നെ ഒരു വിഷയമുണ്ട്, പലരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ശങ്കയുണ്ട്, ഞങ്ങൾ ചെന്നാൽ എങ്ങനെയായിരിക്കും ഒരു സ്വീകരണം. കാരണം എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്ലാസ് നോസ്ത് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഗോർബച്ചോവ് കൊണ്ടുവന്നതല്ലേ. ഞാൻ നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ 2020 തുടങ്ങുമ്പോൾ ഒരു ടോക്കില് പറഞ്ഞ ഒരു കാര്യം, 2 തരത്തിലുള്ള റെക്കൺസിലിയേഷൻ. ആ റെക്കൺസിലിയേഷന്റെ 2 ഫേസ് നമ്മൾ ലൈവ് ചെയ്തില്ല, പക്ഷെ നമ്മൾ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞായിരുന്നു. അതിൽ ഒരു ഫേസ്, അതായത് ബാക്ക് ടു ദ റൂട്ട്സ്, ബാക്ക് ടു ദ ചർച്ച്. അത് ഒന്ന് ഈ ഇപ്പത്തെ എന്താ കക്ഷി അത് ഇത്, പക്ഷെ നമ്മൾ ഒന്നാണ്. ബാബ പറഞ്ഞ നാം ഏകോദര സഹോദരൻ, ഒരേ വിശ്വാസത്തിന് കീഴിൽ വാങ്ങുന്നത്. ശുഭനറിയാമല്ലോ, 1-ാം ദുബ്ദാനിൽ തന്നെ പറയുന്ന അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോയില്ല. ഇതൊരു സഭയാണ് അല്ലേ? ആ ഒരു സഭയില് നമ്മുടെ അധ്യക്ഷന്മാരായ, നമ്മുടെ പാത്രീർക്കീസന്മാരായ ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ്, ഇത് ഒരേ സമസ്ഥാനികൾ. അത് വരുമ്പോൾ അതിൽ പത്രോസിനുള്ള ഒരു പ്രത്യേക സ്ഥാനം, അത് നമ്മളെ ഇഗ്നാത്തിയോസ് എന്നുള്ള സ്ഥാനിക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരേ സുറിയാനി വിശ്വാസം, ഒരേ ഓറിയന്റൽ ഫെയ്ത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോഴേ അതേ പറഞ്ഞു മറ്റു പുള്ളി കയറി എന്ന് പറഞ്ഞതിന്റെ കാരണം, ആ പുള്ളി കയറുന്നത് ഏതിലൂടെയാണ്? നമ്മളിലൂടെ തന്നെ. അപ്പോ ഇത് ആണ് നമ്മൾ എങ്ങനെ ഈ അധീശത്വ ഭാവോ ഈ മലങ്കര സഭയിൽ ഒരു ശാശ്വത സമാധാനം, ഈ ഒരു വൺ ചർച്ച് ബോഡി എന്ന രീതിയിൽ വരാന് ഇപ്പം താഴെത്തട്ടിൽ നിന്ന് അൽമാരുടെ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ട്. കാരണം അവര് ജനങ്ങൾ തമ്മിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. തിരുമേനി അതിനോട് പോസിറ്റീവ് ആയിട്ടാണോ? തീർച്ചയായിട്ടും. ഇത് ഭംഗിവാക്ക് പറയല്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു മൂവ്മെന്റ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് കൃത്യമായ ചില എന്താണ് വഴിയും സംവിധാനങ്ങളുണ്ട്. ആ വഴിയെ ചലിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ചിലർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കാണ് ഈ വിഘടനവാദം. വിഘടനവാദം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. വിഘടന ഞാൻ വിളിക്കുകയാണ്, എൻ്റെ അമ്മ വീട്ടിലാണ് ആദ്യം വിളിക്കുന്നത്. തിരുമേനിയുടെ അമ്മയായിട്ട് തിരുമേനി ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ലേ?
തീർച്ചയായിട്ടും എൻ്റെ അല്ല ഞാൻ സാധാരണ അതല്ല അത് ഞാൻ തുറന്നു പറഞ്ഞാല് അമ്മയായിട്ട് മാത്രമല്ല, അമ്മ വീട്ടുകാരുമായിട്ട്. അമ്മ വീടുമായിട്ട്. കാരണം എൻ്റെ അമ്മയുടെ അപ്പനാണ് ഞങ്ങളെ ഒക്കെ ചെറുപ്പത്തിൽ നമസ്കാരം പഠിപ്പിച്ചത്. കാരണം അപ്പൻ്റെ അപ്പനും അമ്മയും വളരെ നേരത്തെ മരിച്ചു. ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ അപ്പൻ്റെ അമ്മേനെ അപ്പൻ പോലും കണ്ടില്ല. അതായത് 1.5 വയസ്സിൽ മരിച്ചു. അപ്പൻ ഓർമ്മയില്ല. പിന്നെ അപ്പൻ്റെ അപ്പൻ ഇങ്ങനെ നല്ല മനുഷ്യൻ ഒക്കെ നല്ല കാര്യം, പക്ഷെ ഈ ഒരു ഫീൽഡല്ല. എന്നാൽ അമ്മയുടെ അപ്പനെ അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരാണ് ചെറുപ്പത്തിൽ നമ്മളെ ആരാധന പഠിപ്പിക്കുന്നതും എല്ലാം. ഓക്കെ. അപ്പോൾ ഈ അമ്മയുടെ അപ്പൻ എന്ന് പറയുന്നത് കുന്നംകുളം യാക്കോബായ അഥവാ സിംഹാസനപ്പള്ളിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. കറയില്ലാത്ത യാക്കോബായ ഇതിൽ നിന്നാണ് തിരുമേനി പഠിച്ചത്. ഓർത്തഡോക്സ് കറ ഉണ്ടെന്ന് ഇല്ല, അങ്ങനെ അല്ല തിരുവേന്ദ്രൻ പറഞ്ഞു. കാരണം അവര് ഈ വടക്കോട്ട് ചെല്ലുമ്പം ഈ നമ്മുടെ പ്രാർത്ഥനാക്രമങ്ങളിലും കാര്യങ്ങളിലും വിശ്വാസികൾക്ക് കുറെ ഇത് കൂടുതലാണ്. അതെ അതെ തെക്കോട്ട് കുറെ കൂടെ ലൂസായിട്ടാണ്. അതെ അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പറയാൻ അവസരമുണ്ട് ഞാൻ പറയാം. പ്രാദേശികമായിട്ട് നോക്കുമ്പോഴേ പറഞ്ഞു ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാലേ, ഈ ആരാധന തുടങ്ങുന്നത് വിഷയമാവോ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ, വിഷയം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് വൺ ട്രൂ ഗോഡ്, ഒരു സെമിക്കോളൻ. എന്നിട്ട് പറയാണ് ടു ദാറ്റ് ട്രിനിറ്റി ഗ്ലോറി ഗോസ് ടു ദാറ്റ് ട്രിനിറ്റി. തനിക്ക് സ്തുതി, ആ തനിക്കെന്ന് പറയുന്നത് തൃത്വത്തിന്. എന്നിട്ടാണ് പറയുന്നത് തന്റെ കൃപയും കരുണയും നമ്മുടെ മേലെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, ആമീൻ. അത് പിൽക്കാലത്ത് എന്തായി? മലയാളത്തിൽ പറയുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ഷോർട്ട് ഫോമായി. അപ്പൊ ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഈ ഷോർട്ട് ഫോം ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഈ ഷോർട്ട് ഫോം ആദ്യം അച്ചടിച്ചത് പാലക്കുന്നത്ത് അത്താനാസിയസ്. അദ്ദേഹത്തിന്റെ ആരാധനാ പരിഷ്കരണത്തിൽ അത് കുറച്ച് നാൾ ഈ അദ്ദേഹത്തിന്റെ, ഞാൻ ഈയിടെ ഒരു ലൈവിൽ ഈ സംശയം ചോദിച്ചായിരുന്നു, ഇങ്ങനെയാണല്ലോ പഴയ പുസ്തകത്തിൽ കാണുന്നത്. അപ്പൊ അതാണ് ചൊല്ലേണ്ടത്. ഞാനിത് പലരോടും പല പിതാക്കന്മാരോട് ചോദിച്ചപ്പോൾ ശരിയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ സുറിയാനി ചൊല്ലുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ചൊല്ലുന്നത്. പക്ഷെ മലയാളത്തിൽ ഞങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചത്. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ കൃത്യം In the name of the Father, Son and Holy Spirit, one true God. Yes. In the name of the, അതിന് ഹിസ്റ്ററി ഒക്കെ ഡീൽ ചെയ്യുന്ന ഞാൻ ദിവസവും ഇംഗ്ലീഷിലാണ് ചൊല്ലുന്നത്. അപ്പം കൃത്യം. അതിലിനി ഒരു റിലീജിയസ് ഹിസ്റ്ററി എന്നും കൂടി ഒരു കാര്യമുണ്ട്. അതായത് ഇത് കേട്ടിട്ടാണ് എന്താ പറയുന്നത്. കാരണം മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ നാമം ഒക്കെ എഴുതുകൊണ്ട് എപ്പോഴും ബ്ലസ് ബീസ് നെയിം എന്ന് പറയും. മുഹമ്മദ് നബി ഈ നമസ്കാരം തുടങ്ങുമ്പോൾ ഒരു വാക്ക് അവർ പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെപ്പോഴും അത് പറഞ്ഞിട്ടാണ്. എന്താണത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ. അങ്ങനെ ദൈവനാമത്തിലെ നമുക്ക് നിൽക്കാൻ ഒക്കുള്ളൂ. നമ്മൾ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ് അവിടുത്തെ നാമത്തിൽ. അവിടുന്ന് ആരാ? ഹാദാലോകശാരീരം, സത്യ ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായി കാണപ്പെടുന്ന സത്യ ഏകദൈവം. ആ സത്യ ഏകദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ സല്യൂട്ട് ചെയ്യാണ് ആ സത്യ ഏകദൈവത്തെ. വിശ്വാസ പ്രമാണത്തിന്റെ ക്രീമാണ് ഈ ആദ്യത്തെ സെന്റൻസ്. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ മേൽ തന്റെ കാരണം ഈ കരുണയും മനോഹരവും നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല. അതിനെയാണ് നമ്മളിപ്പോ എന്താക്കിയത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യം വന്നേക്കും തന്നെയാണ്. എന്നാൽ ഞാൻ മറ്റേ ഫോമ ഉപയോഗിക്കാം എപ്പോഴും. അതിന്റെ കാരണം ഒന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയുടെ അപ്പനാണ്. ഒന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയുടെ അപ്പനാണ്. ഞാൻ തുറന്നു പറയാണ്, ഇനിയിപ്പോ ഇതില് ആരെന്നോട് പിണങ്ങിയാലും വിരോധമില്ല. സെമിനാരിക്കാർ പണിയാലും കുഴപ്പമില്ല. എന്നെ കോട്ടയം സെമിനാരിലെ മൽപ്പാനച്ചൻ, ഞാർത്താങ്കൽ കോരുന്ന മൽപ്പാനച്ചൻ, ക്യാമറ വരുന്നില്ല എന്നുള്ള കുഞ്ഞക്കോണച്ചനോട് ഉണ്ട്. അച്ഛനും എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചു. മൽപ്പാനച്ചൻ എപ്പം ആരാധന തുടങ്ങുമ്പോഴും, അച്ഛൻ സുറിയാനിയിലാണ് ചൊല്ലുക അധികവും, കൗമ സുറിയാനിയിലാണ് തുടങ്ങുക. അപ്പോൾ വിഷയം
ഇങ്ങനെയാണ് അച്ഛൻ തുടങ്ങുക. എന്നാൽ ബാക്കി എല്ലാവരും നമസ്കാരം തുടങ്ങുമ്പോൾ ബഹുഭൂരിപക്ഷം, ഞാൻ ഇനി ആളുകളുടെ പേരുകൾ വടക്ക് നിന്ന് ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു മാറ്റത്തിന് തുടക്കമായിരിക്കും. ഇപ്പൊ വടക്ക് നിന്ന് വരുന്ന ഇവരെ ഇപ്പൊ കോനാടച്ചൻ തുടങ്ങുമ്പോൾ വിഷയമാകുമോ? അപ്പൊ അവിടെ എടുത്തു പറയാം. ഞാനിപ്പം ദൈവം ചൊല്ലുന്ന ഇത് പറഞ്ഞിട്ട് പല പിതാക്കന്മാരിപ്പം അതെ നമ്മുടെ പുസ്തകങ്ങളിൽ ഒത്തിരി പ്രിന്റ് ചെയ്തു പോയി. അല്ലല്ല, പുസ്തകത്തിൽ പഴയത് എപ്പോഴും കിടക്കുന്നേ അല്ലല്ല, കോട്ടയം ഭാഗത്ത് നിന്ന് വരയ്ക്കുന്ന പുസ്തകം എല്ലാം തിരിച്ച് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കുറെ പുസ്തകത്തിലുണ്ട്. ഞാൻ കാണിക്കാൻ ബുക്കുകൾ നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക. പിന്നെ ചില ബുക്കുകളിൽ അവിടെ കാലിയിട്ടിരിക്കുക, അതായത് നമുക്കറിയാന്നുള്ള അസ്യൂം ചെയ്തിരിക്കുക. പിതാവും പുത്രനും കുത്തുകുത്തിട്ട് ആരെയും ഓർക്ക്. നിന്റെ ഇടയ്ക്ക് ഒരു തമാശ പറയാം. ഞങ്ങളുടെ ഒരു പ്രൊഫസർ, ആളുടെ പേരൊന്നും പറയില്ല, കുത്തുകുത്തെന്ന് വായിച്ചു അല്ല, അവിടെ ഇത്യാദി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം കഷ്ടിയാണ് മലയാളം പറയുന്നത്. അധ്യാപകനായിട്ട് വന്നു. അദ്ദേഹം നമസ്കരിക്കാൻ നിന്നപ്പോൾ ആദ്യമൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഇത്യാദി. അല്ല, അത് സംഭവിക്കാം. പോട്ടെ. അപ്പോൾ ഇത് ഒരു ഒരു ഉദാഹരണം ഇത് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ ഉള്ളൊരു ഒരു ഒരു പാരമ്പര്യമുണ്ട്, സംശയമൊന്നുമില്ല. അതിനെയൊക്കെ നമ്മൾ ഏറെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മളിതൊരു ഒരു ഒരു ഇതാണ്. പക്ഷെ പറ്റിപ്പോയത് ഈ ചില ഹൈറാർക്കിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഏതോ ഞാനത് ഒരൊറ്റ വാക്കി പറഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇവിടെ ദീർഘമായ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ തോമസ് ലീഗായാൽ സ്ഥാപിതമായ ഒരു സഭയുണ്ട്. അത് എഡേസയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈ സഭകൾക്കെല്ലാം വേദശാസ്ത്രം നഷ്ടപ്പെടുകയും പട്ടത്തം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പം ഗ്രേഷ്യസ്ലി അതെല്ലാം നൽകിയിട്ടുള്ള അന്ത്യോക്യസ് മാത്രമാണ്. അല്ല, ഇതിപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രൈമറി ആൻഡ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ മലങ്കര ഇടവക അല്ലെങ്കിൽ മലങ്കര സഭ അല്ലെങ്കിൽ നമ്മൾ മലയാളികളായ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അവർ ഒരു ചർച്ച് ബോഡിയാണ്, ഒരു ബോഡിയാണ്. അപ്പം നമുക്കത് യുണൈറ്റ് ചെയ്ത് നിൽക്കാം. അതേസമയം തന്നെ അന്ത്യോക്യയ്ക്ക് ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക. അപ്പം അതുകൊണ്ട് ആ പ്രശ്നം തീർന്നു. അതിനപ്പുറത്ത് വേറൊന്നിന്റെ ആവശ്യമില്ല. ഈ ഒരു അത് പറയുമ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് അവരുടെ പേരൊന്നും എടുത്ത് പറയാം. ഈ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയങ്ങൾ നമുക്കറിയാം. ഒരു ആർച്ച് ബിഷപ്പിനെ ആർച്ചല്ലാതെ ആക്കി, വലിയ പത്രം അതെല്ലാം വളരെ ഇതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അപ്പൊ അദ്ദേഹം ഇന്നലെ പ്രസംഗത്തിൽ തിരുവനന്തപുരം പള്ളിയിലാണെന്ന് പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ അന്ത്യോക്യ സിംഹാസനം, എൻ്റെ അമ്മ മലങ്കരയിലെ ക്നാനായ അസോസിയേഷൻ ഭരണഘടന. അപ്പൊ ഇതിലെ അപ്പനെ വേണോ അമ്മയെ വേണോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കരുത്. അതെന്നോട് ചോദിച്ചാൽ എനിക്ക് സങ്കടമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തീർത്തത്. അല്ല, തിരുമേനി എന്നാന്നറിയാം, എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർത്തഡോക്സിലെ ഒരു സീനിയർ വൈദികൻ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. പിന്നെ താങ്കളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഈ മലങ്കര സഭയുടെ സമാധാനത്തിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ, എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒരൊറ്റ ഒപ്പീനിയനേ ഉള്ളൂ, മലങ്കര ചർച്ച് ബോഡി ഒന്നായിട്ട് നിൽക്കണം, അന്ത്യോക്യയുമായിട്ട് ഹെൽത്തി ആൻഡ് വെൽ ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്തി ആൻഡ് വെൽ ഡിഫൈൻഡ്. കാരണം നമുക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് നമ്മളിവിടെ മലങ്കര ചർച്ചാണ്. അപ്പൊ ആ ഒരു ഇതിൽ ഇവിടെ ഉള്ളവർ ഒന്നിച്ച് നിന്നാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഓർത്ത് യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, നമ്മൾ 1876 മുതലും പ്രത്യേകിച്ച് 1910-12 ആ കാലഘട്ടത്തിലുണ്ടായ സാഹചര്യം, അത് കഴിഞ്ഞ് ഉണ്ടായ ഡിസ്പ്യൂട്ട് ചിലപ്പോൾ ഉണ്ടാകും. കാരണം നമ്മൾ മനുഷ്യരായിരുന്നു, ചിലപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. ആ ഡിസ്പ്യൂട്ട് അന്നത്തെ റോയൽ കോടതി മുതൽ ഉള്ളത് ഇങ്ങോട്ട് എടുത്താൽ അതിൽ ആദ്യം റോയൽ കോടതി വിധി അല്ലേ, അത് കഴിഞ്ഞ് അത് മർത്തമക്കാർ. പക്ഷേ ഒരു കാര്യത്തിൽ തിരുമേനി, ഇന്ന് ഇപ്പൊ അന്നത്തെ കാലത്ത് ഈ മനോരമ പത്രം ഇറങ്ങുമ്പോൾ തന്നെ ഒരു നാട്ടിൽ എത്ര ഫ്യൂ കോപ്പീസേ ഉള്ളൂ. അന്നൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് നിങ്ങൾ ദേവലോകത്തിരുന്ന് സിനഡ് കൂടിയാൽ നിങ്ങൾ ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ന്യൂസ് ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇനി അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഇനി ഒന്ന് യുണൈറ്റ് ചെയ്താൽ. അതെ, പക്ഷെ യുണൈറ്റ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞല്ലേ, യുണൈറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ. പിന്നെയും
അല്ല, അതൊരു ആശങ്കയാണ്. കാരണം പിന്നെ ഇതെല്ലാരും മടുത്തു. എന്ന് പറഞ്ഞാൽ ഇരു വിഭാഗത്തിലുള്ള കോമൺ ആളുകൾക്ക് ഇത് ഒരു താല്പര്യമില്ല. ഇതെങ്ങനെയെങ്കിലും ചോദിച്ചാൽ ഇനി അങ്ങനെ ഒരു പിളപ്പൊന്നും ഉണ്ടാവില്ല. ഇല്ല. അല്ല, അവിടെയാണ് പറയുന്നത്. വളരെ ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, വളരെ പർട്ടിക്കുലർ ആയിട്ട് പറയാണ്. ഇപ്പം ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ ഒരു സംവിധാനമുണ്ട്, അതിനൊരു പാരലൽ പരിപാടി പറ്റില്ല. ഇത് പരമോന്നത കോടതി വരെ പലതവണ ആവർത്തിച്ച് പറഞ്ഞു അല്ലേ? അപ്പോഴും പറയുന്നത് എന്താ? എന്നാൽ മക്കളെ നിങ്ങൾ ഇറങ്ങിപ്പോലെ, നമുക്ക് വേറെ ഒരു ടാർപ്പായ കെട്ടി ആരാധിക്കാം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോണ്ടേ, ഇത് ഞങ്ങളുടെ പള്ളിയാണ്, അപ്പൊ ഭരണഘടന ഇംപ്ലിമെന്റ് ചെയ്തു, പക്ഷെ ഈ പള്ളി ഞങ്ങളുടെയാണ് എന്ന് പറയാനുള്ള ഒരു 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 മര്യാദ പോലും കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ ഞാൻ കുറ്റപ്പെടുത്താൻ ചിന്തിക്കരുത്. ഉൾക്കൊള്ളാൻ 100 മടങ്ങ് സന്നദ്ധമാണ്. 1900 ഈ ലാസ്റ്റ് 2012 എറണാകുളത്തെ മീറ്റിങ്ങിലും ബാബുതിരുമേനി പ്രസംഗിച്ചത് ഇതൊരു കൊടയാണ്, ഈ കൊടയിൽ എല്ലാവർക്കും വരാം, ഇത് നോഹയുടെ പെട്ടകമാണ്, ഇതിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ എന്താ പറയുക, ഒന്നും പറ്റില്ല, ഞങ്ങള് ഇങ്ങനെയാണ്. എടാ, അന്ത്യോക്യയും മലങ്കരിയും രണ്ടാണോ? അന്ത്യോക്യയും മലങ്കരിയും വിശ്വാസത്തിൽ ഒന്ന് തന്നെ. എന്നാൽ അന്ത്യോക്യ സഭയുടെ സുന്നതദോസിൽ മലങ്കര അങ്ങല്ല. അപ്പോ ഒരേ സുറിയാനി സഭയുടെ പാശ്ചാത്യ ഭാഗം പരിശുദ്ധ ഇഗ്നാത്യോസ് അല്ലെങ്കിൽ പത്രോസ് സ്ലീഹയുടെ ട്രഡീഷനുള്ള സുറിയാനി സഭയുടെ പാശ്ചാത്യ ഭാഗം, അതിൻ്റെ അധ്യക്ഷൻ ഇഗ്നാത്യോസ്, അതിൻ്റെ പൗരസ്ത്യ ഭാഗം, അതിൻ്റെ അധ്യക്ഷൻ ബസേലിയോസ്. ഇഗ്നാത്യോസും ബസേലിയോസും ഒന്നിച്ചു വരുമ്പോൾ അതെല്ലാം ഭരണഘടനയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് ഉദാഹരണത്തിന് 35 വയസ്സുള്ള ഒരു ഇഗ്നാത്യോസും 90 വയസ്സുള്ള ഒരു ബസേലിയോസും ഒന്നിച്ചു വന്നാലും 35 വയസ്സുള്ള ഇഗ്നാത്യോസിനാണ് സീനിയോറിറ്റി. അതുപോലും മലങ്കര സഭയിലെ ഭരണഘടനയിലുണ്ട്. അതിന്റെ ആവശ്യമുള്ള അത് കൊടുത്താൽ പോലെ, അതിന്റെ ഡ്യൂ റെസ്പെക്ട് അത് കൊടുക്കാൻ തയ്യാറാണല്ലോ. ഇന്നും ഞാൻ ഇന്നലെ കുർബാനയിൽ അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മലങ്കരയിലെ എന്റെ ഒരു അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ സെന്റിമെന്റ്സ് അവിടെ മീറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഇപ്പൊ നടക്കുന്ന എന്താ, ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താ? ഓർത്തഡോക്സുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ദോഷികളാണ്, ദ്രോഹികളാണ്, പട്ടമില്ലാത്തവരാണ്, പള്ളിപ്പിടുത്തക്കാരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതാണ് സൺഡേ സ്കൂൾ ക്ലാസ് പഠിപ്പിച്ചിരിക്കുന്നത്. മറനാട് പള്ളിയിലെ സൺഡേ സ്കൂളിൽ ചെറുപ്പം മുതൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുതൽ ഇതാണ് ഉപദേശം. അപ്പൊ ഈ തലമുറയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതാണ്. അവരുടെ ഓറിയന്റേഷൻ മുഴുവൻ ഈ ഓർത്തഡോക്സുകാർ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പക്കാരാണ്. പിന്നെ പക്ഷേ അത് നമുക്ക് വന്ന നഷ്ടം എന്താണ്? ഇപ്പം ഈ മലങ്കരയിലെ ഇരു വിഭാഗം കൂടെ കേസിന് മുടക്കിയ ആ സാമ്പത്തികവും സമയവും നമുക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റി ഇല്ലല്ലോ. നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു മികച്ച യൂണിവേഴ്സിറ്റി വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ ഇത് ആരോടെ പറയണ്ടേ? ഇന്ന് നമ്മൾ വെസ്റ്റേൺ തിയോളജി അതില് ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഈ വ്യക്തികളെ കുറിച്ച് അധികം പറഞ്ഞില്ലെങ്കിലും സത്യത്തിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ് യാക്കോയക്കാരുടെ ഇപ്പോഴത്തെ നേതാവ്. ആ വൈദികന് മെത്രാച്ചനാകാൻ പറ്റിയില്ല എന്നുള്ളതാണ് 70 മുതൽ തുടങ്ങിയതിന്റെ അടിസ്ഥാന വിഷയം. 66 കോലഞ്ചേരി പള്ളിയിൽ വെച്ചാണ് പട്ടംകൊട നടന്നത്. ആ പട്ടംകൊട നടന്ന സമയത്ത് അന്നത്തെ ഏറ്റവും മഹാരഥന്മാരായ 5 പേര്, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 5 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നിട്ടും അതിൽ 2 പേര് ഇച്ചിരി ജൂനിയറാണ്. അന്ന് അവരുടെ ഐഡിയോളജിയെ കുറിച്ച് സുന്നോസിന് സംശയം ഉണ്ടായതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയത് ആരൊക്കെയാണെന്നറിയോ? ഡോക്ടർ പൗലൂസ് ഗ്രിഗോറിയസ് അല്ലെങ്കിൽ പോൾ വർഗീസ് അച്ഛനെയും അതുപോലെ തന്നെ MV ജോർജ്, അതായത് അവരെ അന്ന് മാറ്റി നിർത്തിയത് 2 നോട്ടത്തിലാണ്. ഒരാള് കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊരു സംശയം, ഒരാള് പെന്തക്കോസ്ത് ആണോ എന്നൊരു സംശയം. എന്നിട്ട് മാത്രമല്ല ഒരു ശോധന ചെയ്യാനും കൂടിയാണ് ഈ മാറ്റി നിർത്തിയ മഹാരഥന്മാരായി. അപ്പോ മാറ്റി നിർത്തിയാൽ ഇവരിട്ടേച്ച് പോവോ? അതും സുന്നോസ് നോക്കി. അതേസമയം എന്തുണ്ടായി? ഇതിലൊന്നും വരാത്ത ഒരാൾക്ക്, ഞാനത് കുഴപ്പമില്ല, ഓരോരുത്തരുടെ സാഹചര്യമാണ്, എന്നാൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലാത്ത അദ്ദേഹം തന്നെ അത് പറയും, ഞാൻ 4ാം ക്ലാസ് പഠിച്ചിട്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലിസ്റ്റിൽ വരാൻ പറ്റില്ല.
അപ്പോൾ ഉടനെ ഇതെന്റെ മനെ മക്കളെ നമ്മുടെ അന്ത്യോക്യ ഇപ്പൊ താഴെ കൂടാന്ന് പറഞ്ഞ് കരയാനും ഭംഗിയായിട്ട് കള്ളം പറയാനൊക്കെ സോറി ഇങ്ങനെ വ്യക്തികളെ പരാമർശം നടത്തുന്നത് ഇവരൊക്കെ ഒരു കഴിവാണ്. നമുക്കെല്ലാം ദൈവം നിന്നിട്ടുള്ള ഈ ഇപ്പൊ നമുക്ക് ഈ അൺഫോർച്ചുനേറ്റ് ഫ്രാക്ഷൻ ഉണ്ടായില്ല. അപ്പൊ ഇനി ഇതിനെ ഹീൽ ചെയ്യണ്ടേ ഫ്യൂച്ചറിന് വേണ്ടി. അപ്പൊ ആസ് എ മെട്രോപൊളിറ്റൻ അത് തിരുമേനിയുടെ ഒരു ഡ്യൂട്ടി അല്ലേ? എനിക്ക് മാത്രമായിട്ടൊന്നും അല്ല, പറയാൻ എങ്കിലും പറ്റില്ല. തിരുമേനിക്ക് അതിനകത്തൊരു ഉണ്ട്. അതിനാ ഞാൻ പറഞ്ഞു റെക്കൺസിലേഷന്റെ 2 മോഡ് എന്ന് പറഞ്ഞു. ഒന്ന് ബാക്ക് ടു ദ റൂട്ട്സ്. അത് വരുമ്പോൾ തീർച്ചയായിട്ടും മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഒരു മലങ്കര സഭ, ആ സഭയിലേക്ക് ആർക്കും എപ്പോഴും കടന്നു വരാം. ഇന്നലെ സുജിത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നിപ്പോ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് നോക്കി ഈ ലൈവിൽ തന്നെ അല്പം സമയം അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഈ സഭ എല്ലാവരുടെയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയ ആർക്കും അല്ലേ, വിട്ടുപോകാന്നുള്ള ആശയം പോലെയല്ല. കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിന്നു അല്ലേ. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് മാറി അല്ലല്ലേ, ഇത് ആക്ച്വലി ഇത് ഈ സഭ ഒന്നല്ലേ. കാരണം ഇതിപ്പം എന്റെ അമ്മയോട് ഓർത്തഡോക്സ് ആണ്. എത്രയോ എല്ലാ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ ബന്ധം കൊണ്ടും ഇഴവിരിഞ്ഞ് കിടക്കുന്നതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ അമ്മ വീട് മുഴുവൻ, എന്റെ അപ്പച്ചന്റെ പെങ്ങന്മാര് മുഴുവൻ, എന്റെ അപ്പച്ചന്റെ ഇളയ പെങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പഞ്ഞിരിക്കരയില് കാലം ചെയ്ത ബെന്യാമിൻ മോറസ്താത്തിന്റെ മൂത്ത സഹോദരനാണ് സാംസൺ, പനക്കൽ സാംസൺ. അപ്പൊ ഞാൻ മെത്രാപ്പൊലീത്ത ആയപ്പോഴ് എനിക്ക് ഒരു മാല 10 പവന്റെ ഒരു സ്വർണ്ണമാല തന്നത് എൻ്റെ മാവിയാണ്. ഓക്കെ, മാവിയും കൂടെ ഏലിയ കത്തീഡ്രലില് എൻ്റെ ഈ പട്ടം കൂടെ കാണാൻ വന്നു. അപ്പൊ എൻ്റെ ഫാദർ 25 കൊല്ലം മുമ്പ് മരിച്ചു. ഡിസംബർ 25 കൊല്ലമാണ്. അപ്പൊ എൻ്റെ ഫാദർ 25 കൊല്ലം മുമ്പ് മരിച്ചു. അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പൊ അമ്മ ആദ്യം വരുന്നില്ല, ഞാൻ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ അവസാനം അമ്മ വന്നു. പക്ഷെ അമ്മ വന്ന് എത്തുമ്പോഴത്തേക്കും യൂലിയസ് എന്താണ് ഗീവറീസ് റമ്പാച്ചന്റെ, പുൽക്കോട്ടിൽ ഗീവറീസ് റമ്പാച്ചന്റെ പേരൻസ് എന്നും പറഞ്ഞ് ഈ ഏറ്റവും മുന്നിൽ കൊണ്ട് ഇരുത്തിയത് എൻ്റെ മാവിനെയും മാവി. ഓക്കെ, അവിടെ പറഞ്ഞ് തിരുവേരുടെ റമ്പാച്ചന്റെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട് എന്ന് അവിടെ അനൗൺസ് ചെയ്തു. പാവം എൻ്റെ അമ്മ ഒരു 10-20 സീറ്റ് പുറകില് അവിടെ VIP പാസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്നു. അപ്പം അമ്മ അനിയനോട് പറഞ്ഞു, മോനെ ഒന്നും പറയണ്ട, നമ്മുടെ മാവി അല്ലേ അവിടെ ഇരിക്കണേ, നീ ഒന്നും പറയണ്ട, നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കണ്ടു. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു ബന്ധം, ആത്മബന്ധമാണ് ഇവരുടെ എല്ലാം ഉള്ളത്. എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളയുടെ മകനാണ് KM രാജൻ, ഡോക്ടർ KM രാജൻ അച്ഛൻ. അദ്ദേഹം ഒത്തിരി ഈ ലിറ്ററേച്ചറിലൊക്കെ ഒത്തിരി ഇപ്പോഴും ഈ ഇടയ്ക്ക് കുർബാനയുടെ എന്റെ പ്രശ്നത്തിനാണ് അതൊരു ഡൗട്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ഈ മാണിരാജനച്ഛനായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടോ? ഞങ്ങൾ പ്രശ്നസിൻസാണ്, അമ്മയുടെ മൂത്ത ആങ്ങളുടെ മകനാണ്. ഞങ്ങൾ പരസ്പരം കാണുമ്പോഴൊക്കെ വളരെ സ്നേഹവും സന്തോഷവുമാണ്. എന്നാൽ മറുവശത്ത് ഈ ഒരു ഇതുള്ളത് കൊണ്ട് അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ സ്നേഹബന്ധവും ഉണ്ടെങ്കിലും ഒരു 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 എന്താ പറയാ, ഒരു എക്ലീസിയോളജിക്കൽ റിലേഷൻഷിപ്പ്. നമ്മുടെ മൂലലച്ചൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കുറെ നാളുണ്ടായിരുന്നു, വളരെ സ്നേഹമായിരുന്നു, പക്ഷെ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒന്നും ഒരു പിടിയൊന്നും ഇല്ല. അതല്ല, അതിന്റെ ഞാൻ കാരണം പറയാം. മൂലലച്ചനെ ഇപ്പം എന്നോട് പറഞ്ഞു, ഇപ്പൊ കാലം ചെയ്ത ബിജി മാർക്കോസ് അച്ഛനെ ഞങ്ങളൊക്കെ ഒന്നിച്ച് ജർമ്മനിയിലുണ്ടായിരുന്നു. ബിജി മാർക്കോസ് അച്ഛനും ഞാനും ഒരു ജേക്കബ് തോമസ് അച്ഛനും യാക്കോബ് തോമസ് അച്ഛൻ കാണാതെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ഒരേ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ പഠിക്കാം. ഞങ്ങൾ ജർമ്മനി പഠിക്കുമ്പോൾ മൂലയിൽ അച്ഛൻ ഒരു സ്കോളർഷിപ്പിൽ എപ്പോഴും വന്നിട്ടുണ്ട്. അച്ഛനെ ഞങ്ങളെക്കാളൊക്കെ മുമ്പ്, ഞങ്ങളെക്കാളൊക്കെ സീനിയറുമാണ്, ഞങ്ങളെക്കാൾ മുമ്പ് തന്നെ ഈ ലോകത്തൊക്കെ ബന്ധമുള്ളതാണ്, പരിചയമുള്ളതാണ്. അവിടെ വെച്ച് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. വീണ്ടും ചിക്കാഗോയിൽ കുറച്ച് സമയം മൂലയിലെത്താൻ ഞാൻ ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മൾ നല്ല ബന്ധമുണ്ട്, വളരെ നല്ല ബന്ധമുണ്ട് ഇന്ന് വരെ. പക്ഷെ ചിലപ്പം വിളിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ ഇപ്പൊ തന്നെ നമ്മളിതൊന്നും അല്ല പറയാനിരുന്നത്, പക്ഷെ ഈ വിഷയത്തിൽ വന്നു വീഴും. ഇതൊരു ടോയ്പ്പിൾസ് ക്രീസ് എന്ന് പറയും ജർമ്മനിൽ. അതായത് ഒരു സൈറ്റൻസ് ബീച്ചാണ്. ഈ ഒരു ഈ സാത്താന്റെ ഈ കിണറ്റിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറത്തുമില്ല, വഴക്ക് നിൽക്കത്തുമില്ല. അപ്പൊ മൂലച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുത്തോ എന്നുള്ള രീതിയിൽ വർത്താനം പറയാൻ തുടങ്ങും. അപ്പൊ വിചാരിക്കും അവസാനം നെറ്റ് റിസൾട്ട് നമുക്ക് ഒരു വിഷമം തോന്നും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, വിളി അങ്ങോട്ടും ഇങ്ങോട്ടും വേടി. ഇപ്പൊ ഞാനൊരു
എന്താ പറയാ, ഒരു അപ്പൊ സങ്കടത്തോടെ ഈ മലങ്കരയിൽ എത്രയോ സ്ഥലത്ത് അങ്ങനെ ഒരു അകൽച്ച ഉണ്ട്. സങ്കടത്തോടെ പറയാണ്, ഈ ബിജി മർക്കോസ് അച്ഛനും ഞാനും തമ്മിൽ വളരെ ഉറ്റ സുഹൃത്തുക്കളാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ മരണം എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല, അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് അരമണിക്കൂറിൽ സംസാരിച്ചു. കാരണം ഞങ്ങൾ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കും. 2 വർഷം മുമ്പ് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അന്ന് ഈ നെഹ്റു ട്രോഫി അപ്പോൾ ഞാനിങ്ങനെ ഇതാ പ്രോഗ്രാം പറഞ്ഞു, അയ്യോ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഉടനെ എന്നാ അച്ഛനും വായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ആ ദിവസം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയം വരുമ്പോൾ അച്ഛൻ ഉദാഹരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി. അപ്പം അച്ഛൻ പറയും, നിങ്ങൾ ഓർത്തഡോക്സ് ഒരു പള്ളിപിടുത്തക്കാരല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയാം, അച്ഛൻ നമ്മൾ തമ്മിൽ കക്ഷി രാഷ്ട്രീയം പറഞ്ഞാൽ ശരിയാകുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് പിണങ്ങിയൊന്നുമില്ല. അച്ഛൻ്റെ വീട്ടിൽ, അച്ഛനിപ്പോൾ ഈ വർദ്ധിങ്കൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റല്, അവിടുത്തെ ബീച്ച്, അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ വീട് മേടിച്ചതിന് ശേഷം ആദ്യത്തെ ഗസ്റ്റ് ഞാനായിരുന്നു. കൊച്ചമ്മയോടും വിധു കൊച്ചമ്മ, മക്കള് എന്താ തബിത, ലബിത, ബേസലെ, വെരി വെരി ക്ലോസ്. പക്ഷേ ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും 1 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു വലിയ മനസ്സിലൊരു ഭാരമായിട്ട് തോന്നുന്നു, അയ്യോ അച്ഛനോടൊന്നും അടുത്തൊന്നും സംസാരിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു അടുപ്പമുണ്ട്. ഇത് സത്യമാണ്. ഇതെല്ലായിടത്തും. ഇപ്പം ഞങ്ങൾ അളിയന്മാരോട്, കാരണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന ഏകോയിലേക്ക് ചാലിശ്ശേരി പള്ളി, കുന്നംകുളം, തൃശ്ശൂർ ചാലിശ്ശേരി പള്ളി. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും സഭാകാര്യങ്ങൾ വരുമ്പോൾ, അപ്പം ഒരിക്കലും ഇതൊന്നും പേഴ്സണൽ കാര്യങ്ങൾ പറയണ്ട. ഒരു തവണ ചാലിശ്ശേരി പള്ളിയിലെ അച്ഛൻ അനൗൺസ് ചെയ്യാണ്, ഇതിപ്പോൾ നമ്മുടെ പള്ളി ഇപ്പം പിടിച്ചെടുക്കാൻ വരും, നമ്മളെ കേസിൽ അവർ ജയിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, പിശാചുക്കളാണ് നമ്മുടെ പള്ളി പിടിക്കാൻ വരുന്നത്. അതിൽ കുന്നംകുളത്തെ ഇത് കാതോലിക്കയും വെത്രാനും ഉണ്ട്. അപ്പം എൻ്റെ പെങ്ങള് മുന്നിൽ നിൽക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് പെങ്ങള് പറയാം, ഈ അച്ഛൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ചാപ്പാടും കഴിച്ച് പോയതാ, എൻ്റെ ആങ്ങളേനെ ഈ പിശാചെന്ന് പറയുന്നതെന്ന് അച്ഛൻ അറിയുകയും ചെയ്യാം. അപ്പോൾ അത് അച്ഛൻ്റെയും കുഴപ്പമില്ല, നമ്മൾ ഈ തീവ്രവാദം പറഞ്ഞേ പറ്റൂ. അങ്ങനത്തെ ഒരു സാഹചര്യമായി. അതിനൊരു മാറ്റം 2020 ഉണ്ടാവും എന്നാണ്. അത് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയാം, ഇത്രയും തുറന്നു ചോദിച്ചുകൊണ്ട് പറയാം. ഒന്ന്, സിംഹാസനം നേരിട്ടൊന്ന് പറയാൻ നോക്കില്ല. എനിക്കുള്ള ആദരവ് മലങ്കര സഭ തരും. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ റോള് കളിക്കണ്ട. അത് ഞാനും മലങ്കരയുടെ മോറാണ് തമ്മിൽ ഞങ്ങൾക്ക് തീർക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ അതിൽ ഇടപെടരുത് എന്ന് കർശനമായൊരു നിർദ്ദേശം നൽകിയാൽ, ഞാൻ കൂട്ടത്തിൽ പറയുന്നു, അതുപോലെ അനുസരിക്കാത്തൊരു സമൂഹം അവിടെയുണ്ട്. അതൊരു സത്യമാണ്. 1. 2, അതിന് പകരം ഇവിടുന്ന് പറയാം, ഇനി നമുക്ക് രക്ഷയൊന്നുമില്ല, നമ്മളെ ഒന്നിച്ച് നിന്നാൽ അർഹിക്കുന്ന പരിഗണന പാട്രിക്കേറ്റിന് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടന വെച്ച് എന്നും വേറെ പന്തൽ കെട്ടിയോ തൊഴുത്ത് കെട്ടിയോ പോകണ്ട, അടിയുണ്ടാക്കണ്ട. ഈ പള്ളികളിലൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ 3000 പേരുള്ള പള്ളികളിൽ അച്ഛന്മാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് എന്താ പ്രയാസം? എന്താ പ്രയാസം? ബിഷപ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് എന്താ പ്രയാസം? പക്ഷേ ഈ കണ്ടീഷൻസ് അല്ല എങ്കിൽ വീണ്ടും അതന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞാൻ തുറന്നു പറയാം, ആരെങ്കിലും ചെന്ന് അവിടം വരെ ദമാസ്കത്ത് വരെ പോയി അവിടുന്ന് പട്ട വരുന്ന ആളോ, അതല്ലേ 70കളിലുണ്ടായി. അല്ല, ഞാൻ പറഞ്ഞത് തിരുമേനി, ഇപ്പൊ ഇനിയുള്ള കാലത്ത് ഈ ഇത്രയും കാലം മാറിയിട്ട് ഇനി അതൊന്നും നടക്കില്ല. നടക്കാതിരുന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം 58 കഴിഞ്ഞപ്പോൾ എല്ലാം ബഹുമാനത്തോടെ പറയുകയാണ്, ബാബുതിരുമേനിയും പറയുന്നൊരു പൊസിഷൻ അതാണ്. 58 കഴിഞ്ഞപ്പോൾ ഇനി ഇതിങ്ങനെ ഉണ്ടാവില്ല, നമ്മളൊരു സഭയാണെന്ന് വിചാരിച്ചാണ് പൂർണ്ണമായി ഇത് കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല ക്ഷണിച്ചു, അദ്ദേഹം വന്നു, ഔഗ്യൻ ബാവയെ വാഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഔഗ്യൻ ബാവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തിന് കാലശേഷം പോയതല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു എന്താണ് അന്ത്യോക്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് തുടങ്ങി. അന്ത്യോക്യയെ തെറ്റിദ്ധരിപ്പിച്ചു, മനസ്സിലായി? എന്നിട്ട് അപ്പം തീർച്ചയായിട്ടും വടക്കെന്നുള്ളൊരു ഫീലിംഗ് വന്നു. അപ്പോൾ വടക്കര, അപ്പൊ ഇത് തെക്കും വടക്കും 2 സഭകൾ എന്നുള്ള രീതിയിൽ വന്നു. മനസ്സിലായി? അവിടെ ഇനിയെങ്കിലും എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരുപാട് മറ്റൊരു സഭയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. എന്നാൽ പിന്നെ അവിടെ നടന്ന ചരിത്രങ്ങളൊക്കെ എന്നെക്കാളും വ്യക്തമായിട്ട് ട്യൂബിനറിയാം. എനിക്ക് ഏറെക്കുറെ അറിയാം.
ഇപ്പൊ എന്നിട്ട് എവിടെ നിൽക്കുന്നു, ഇപ്പൊ എത്ര, അത് ഒരു ഇന്റേണൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്നാലും പരസ്യമായിട്ട് ഞാൻ അതിലൊരു വാക്ക് ഞാൻ പറയും. അവിടെ നിന്ന് പലതും വരുന്നത് അവിടെ ട്രസ്റ്റി, സെക്രട്ടറി, മെത്രോപൊളിറ്റി ഒക്കെ ആയിട്ട് ഇരുന്നവരാണ് നേരെ ലൈവിൽ വന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി, വെട്ടാൻ വേണ്ടി തിരിച്ച് ഈ കഴുതിയും കുതിരയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താ? ഗോസിപ്പുകൾ. ഓർത്തഡോക്സ് സഭയിലെ കലഹം, ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ കലഹം ഏതെങ്കിലും ഒരു ഓർത്തഡോക്സുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ കലഹിക്കുകയെന്ന്? ഏതെങ്കിലും മെത്രോപൊളിറ്റി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ട്രസ്റ്റ് സെക്രട്ടറി പറഞ്ഞു? ഇങ്ങനെയുള്ള പരിപാടികൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് ഏകയോഗാത്മകമായിട്ടെന്നൊക്കെ പഴയ ഭാഷയിൽ പറയുന്നതുമായി വന്നാൽ എത്ര സന്തോഷമാണ്, എത്ര സന്തോഷമാണ്. ഇത് 2 സിനഡാണ്. പാശ്ചാത്യ സിനഡ് അവിടെ നിൽക്കും, പൗരസ്ത്യ സിനഡ് ഇവിടെ നിൽക്കും. മനസ്സിലായി? പിന്നെ വേറെ ചിലർ, നേരത്തെ പറഞ്ഞൊരു സീനിയർ പ്രീസ്റ്റിനൊക്കെ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചില സീനിയർ പ്രീസ്റ്റിമാർക്ക് ഒരു ചിന്തയുണ്ട്, അന്ത്യോക്യയുടെ കീഴിൽ 2 റീത്തുകളായിട്ട് നടത്തില്ല. ഒരു സഭ, ഒരു റീത്തും ഒന്നുമില്ല. അല്ല, എന്നെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫൈഡ് ബോഡി എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഓരോരുത്തരുടെ ആഗ്രഹം. വളരെ ഒരു ചെറിയ വിഭാഗത്തിന് ഇതൊരു ഫാക്ഷൻ ആയിട്ട് പോകണമെന്ന്. റെക്കൺസിലിയേഷന്റെ രണ്ടാമത്തെ ഒരു ഫേസാണ് ഞാൻ അതും പറഞ്ഞത്. എന്നൊക്കെ ആരൊക്കെ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്റ്റലിസം, ഫ്രീ ചർച്ച്, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ ആളുകൾ, അവര് ഈ പറഞ്ഞ മാതിരി പലരെയും ഈ വഞ്ചിച്ച് അവരെ പേടിപ്പിച്ചും ഒക്കെ, അതിനാണെങ്കിൽ നമ്മൾ 2-3 പേടിച്ചും ഒക്കെ പോയവരുണ്ട്. കാരണം അവിടെ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നിന്റെ തലയിൽ എടുത്തേ വീഴും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട്. മോസ്റ്റ് വെൽക്കം. അതിലെ സുഹൃത്തിൽ അരി വരുമ്പോൾ ഞാൻ നമുക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ ശരിക്കും കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഇന്നലത്തെ കോവിഡ് പ്രോട്ടോകോൾ കാരണം എനിക്കത് പറ്റിയില്ലെന്നുള്ളത്. എന്നിട്ട് ഞാനാണ് പറഞ്ഞത് നമുക്കൊരു പടം എടുക്കാം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സുഹൃത്തിനെയും വൈഫിനെയും, സുഹൃത്തിൻ്റെ വൈഫ് കാരപ്പുഴ ഇടവക്കാരിയാന്ന് പറഞ്ഞു. ഒത്തിരി നേരം വർത്താനം പറയാൻ പറ്റിയില്ലാണ്ട് സുജിത്ത് ഏത് ഇടവകാരെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. സുജിത്ത് തെക്കമ്പാമ്പാടിയാണ്. സുജിത്ത് എന്നെ ഇപ്പം ഇപ്പൊ ഇങ്ങോട്ട് ഇരിക്കുന്നോ? സുഹൃത്തിന് കുഴപ്പമില്ലേ? ഇച്ചിരി നേരം 2 വാക്ക് എവിടെയാ വന്നിരിക്കാൻ നല്ലത്? ഒരു സീറ്റ് പൂവും പുഷ്പമൊന്നും വേണമെന്ന് ഒന്നുമില്ല. അതൊക്കെ മൈക്കിങ് വരി എടുത്താൽ മതി. ശിവം സുജിത്തും 2 പേരും ലോങ് ടേം US-ലെ ഉള്ളവരായതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കണ്ടീഷൻ പറയുന്നു. ചോദ്യം വല്ലതും ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ 5 എടുക്കാം, ഉത്തരം പറയാതിരിക്കാനുള്ള അതെടുക്കേണ്ട വരും സ്വാതന്ത്ര്യമുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടെ ഒത്തിരി സന്തോഷം, ഇത്തിരി കാണുന്നത് തന്നെ വലിയ സന്തോഷം. സുജിത്ത്, വൈഫിന്റെ പേരെന്താ പറഞ്ഞു? ജയ. പിന്നെ കുഞ്ഞുങ്ങളുടെ പേരെന്ന് പറഞ്ഞു? മൂത്തയാള് സേറ, കാത്രിൻ, ജോവാന, ജോൺ. സേറ, കാത്രിൻ, ജോവാന ആൻഡ് ജോൺ. എനിക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സത്യത്തിൽ ഇന്നത്തെ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴത്തെ വലിയൊരു റിവാർഡായിരുന്നു ഇവരെ കണ്ടത്. അത് എത്രയോ കുഞ്ഞുങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കിടക്കും. യെസ്. സുഹൃത്തൊരു ഇനി ചോദിക്കാനുള്ള ഈ ലൈവിനും കൂടെ വേണ്ടി ഇപ്പൊ ഇന്നലെ ഒന്ന് സുഹൃത്തിനെ ഞാനും കൂടെ നിൽക്കുന്ന കണ്ട് വലിയ ചിത്രം വലിയ വൈറലായിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വൈറൽ ആകുമെന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ, ഇന്നലെ വൈകിട്ട് പോസ്റ്റ് ചെയ്തു, രാവിലെ എഴുന്നേറ്റപ്പോഴത്തന്നെ പല ഗ്രൂപ്പുകളിൽ അതങ്ങ് പോയി. ഞാനല്ല പോസ്റ്റ് ചെയ്തത്, എനിക്കറിയാം. അതങ്ങ് ഫേസ്ബുക്ക് ഏറ്റെടുത്തു ഗ്രൂപ്പുകൾ. ഞാൻ ആർക്കൊന്നും മറുപടി കൊടുത്തില്ല. അന്നാതെ എനിക്ക് മലയാളത്തില് അത്ര കാര്യമായിട്ട് പറയാനും വായിക്കാൻ അത്ര ശകലം ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ പോസ്റ്റുകളെല്ലാം കണ്ടപ്പോഴും ഞാൻ ജയോട് പറഞ്ഞു, എന്റെ മോനെ ഇത് പോയി കൈവിട്ട്. എനിക്കാകെ മെസ്സഞ്ചറിനകത്തും ഒക്കെ അങ്ങ് കുറെ മെസ്സേജുകൾ വന്നു, എന്നെ പറ്റി എന്നാ ചെയ്ത, എവിടെ എന്നാ പ്രശ്നങ്ങൾ. ഞാന് ഒരു വാക്ക് ഞാനൊന്ന് പറയുകയും ഒരു വാക്ക് സുജിത്തിനോടൊന്ന്, അതായത് ഒന്ന്, ഇതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാൻ ഇന്നലെയാണ് സുജിത്തിനെ ഫാമിലി ആദ്യം കാണുന്നത്.
അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായി. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പം എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായി. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പം ഈ പെന്തക്കോസ്തലിസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജമോഷണം നടത്തി ഒരാൾ തിരിച്ചു വന്നു, അതൊന്നുമല്ല എൻ്റെ വിഷയം. ഒരു ഫാമിലി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ടൊരു ഫാമിലി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഞങ്ങളൊരു 20 വർഷം വേറൊരു രീതിയിൽ പോയവരാണ്, ഓർത്തഡോക്സ് ആരാധനയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ പരാമർശം ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ശിവപാസ്റ്റർ, അതേ ശിവപാസ്റ്ററിന് ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. ശിവപാസ്റ്ററിന് ഞങ്ങളൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഇവിടുത്തെ IPC ബദൽ ചർച്ചിലെ ആളുകളായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതും കൂടെ ഒന്ന് അറിഞ്ഞു, ഈ IPC ബദൽ ചർച്ചിന് ഇപ്പോൾ എന്ത് പറ്റിയിരുന്നു. അതുപോലെ സുഹൃത്തിൻ്റെ ഒരു അതിലെ ഒരു കണ്ടീഷൻ ഇതാണ്, നമുക്കറിയാം കുറ്റപ്പെടുത്തണ്ട, പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞു. വേറൊരു സഭയോ, കാരണം പെന്തക്കോസ്റ്റൽ എനിക്ക് ഒരുപാട് പെന്തക്കോസ്റ്റൽ സുഹൃത്തുക്കളുണ്ട്. അവരൊന്നും ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവരെ കുറ്റപ്പെടുത്തല്ല. എന്നാൽ എന്താണ് എന്നൊന്ന് പറയാവുന്നിടത്തോളം ഒന്ന് പറഞ്ഞാൽ സന്തോഷം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഞാൻ പറയാം. ഞാൻ കുറ്റിക്കൽ സൗത്ത് പമ്പാടി കുറ്റിക്കൽ ഓർത്തഡോക്സ് ചർച്ച് മെമ്പറായിരുന്നു. എൻ്റെ പപ്പയും മമ്മി അവിടെ. സോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനായിട്ട് മൈസൂരിന് പോയി. സോ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അങ്ങനെ തിരിച്ച് ഇപ്പം എനിക്ക് 47. കണ്ടിട്ടുണ്ടാവും. സോ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയാം. കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് പോയിന്റ് സുജിത്ത് വിട്ടുപോയി. ഇവര് സുജിത്തൊക്കെ വിദേശത്താണ്. ഞാൻ അവിടെ വന്നില്ല. സോ ഞാൻ പഠിക്കാനായിട്ട് ഞാൻ മൈസൂരിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് മസ്കറ്റിലായിരുന്നു. മസ്കറ്റ് വെച്ചാണ് ഞങ്ങൾ പെന്തക്കോസ്റ്റലിലേക്ക് പോകുന്നത്. അത് പെന്തക്കോസ്റ്റൽ അല്ലായിരുന്നത്, അതൊരു മർത്തോമയുടെ ഒരു റിവൈവൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയത്. സോ അതിലേക്ക് ഞങ്ങൾ പോയി. അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ അത് ഒരു ചർച്ചായിട്ട് മാറി, ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചായിട്ട് മാറി. പക്ഷെ ഞങ്ങൾ that was 2000, 2001, 2002, 2000-ലാണ് ഞങ്ങൾ മാറുന്നത്. ഞങ്ങള് 2000-ലാണ് 99-ലെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുന്നത്. 2000-ല് ഞങ്ങള് ചർച്ചിൽ പോയിരുന്നു. അവിടുന്ന് വിടാനുള്ള മെയിൻ കാരണം, ഒരു ക്രിസ്മസ് നൈറ്റില് കുർബാന നടക്കുമ്പോൾ അച്ഛൻ കാസായം പിലാസയം എടുത്ത് മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു ചോദ്യം, ഇത് എന്തുവാ എനിക്ക് അറിയുന്നില്ല, എന്തുവാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ച് വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ ജയ ഇറങ്ങി അതുപോലെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചില്ല, പരസ്പരം ചോദിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന ചോദ്യത്തിന് അതിൻ്റെ അന്വേഷണമാണ് ഈ കഴിഞ്ഞ 20 വർഷം. തിരിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ അതാണ് ഞങ്ങളെ ആകർഷിക്കുന്നത്. തിരിച്ച് ആ കാസായും പീലാസയും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്നുള്ള ബോധ്യം ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായി. സോ അതിൻ്റെ ഇടയ്ക്ക് 20 വർഷത്തിനകത്ത് ഞങ്ങൾ ഒത്തിരി കറങ്ങി. അതിനകത്ത് ഒരു ഹ്യൂസ്റ്റണിൽ വരാനുള്ള മെയിൻ കാരണം ഇദ്ദേഹമാണ്. പുള്ളി ന്യൂജേഴ്സിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ IPC ബത്തിലേക്ക് വിളിച്ചു. നല്ല ചർച്ചാണ്, ചർച്ചിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ശിവപാസ്റ്റർ എന്നോട് ഞങ്ങൾ ഇവിടെ വന്ന ആ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ നോർമൽ കാഷ്വൽ ടോക്കിനകത്ത് വന്നതാ, ദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. സോ അന്ന് ഞങ്ങൾ എന്താ പറയുക, പെന്തക്കോസ്റ്റൽ ചിന്താഗതിയിൽ ഞങ്ങൾ അതിനെ എതിർത്തു. ഞാൻ ജയം കൂടെ ഞങ്ങളൊരു നൈറ്റിലിരുന്ന് ഞങ്ങൾ ചുമ്മാ ഒരു സംസാരിച്ച കാര്യമാണ്. പക്ഷെ ആ ചോദ്യം എന്നെ ട്രിഗർ ചെയ്തു. സോ ഞാൻ അതിൻ്റെ അന്വേഷണം എൻ്റെ ഭാഗത്തേക്ക് മാറി. ഞാൻ അങ്ങനെ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ട്രിനിറ്ററി എന്നാന്ന് മനസ്സിലായപ്പോഴാണ് ഓർത്തഡോക്സി കയറി വരുന്നത്. ഓർത്തഡോക്സി വന്നപ്പോഴത്തേന് തിരിച്ച് ഓർത്തഡോക്സ് ചർച്ച് പോകണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഇപ്പം പേരൻസ്, രണ്ടുപേരുടെയും പേരൻസ്, ജയയുടെ പേരൻസ് മരിച്ചുപോയി. പപ്പായും മമ്മിയും അവർ ഓർത്തഡോക്സ് തന്നെയായിരുന്നു. എൻ്റെ പേരൻസ് പപ്പായും മമ്മിയും എൻ്റെ കൂടെ ഉണ്ട്. അവര് ഇവിടെ ഉണ്ട്. അവര് MLE ഫീസിനായിട്ട്. അവർക്ക് ഈ ഒരു മൂവില് അവർക്ക് വിഷമമാണ്.
ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനം കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് കൂട്ടുചേർന്ന് നിൽക്കണമെന്നുണ്ട്. ഇത്രയും നാളും എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് സമാധാനം കിട്ടിയത് ഇതിലാണ്. സോ ഞാൻ അതിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നു. പപ്പായും മമ്മിക്കും വിഷമമുണ്ടെങ്കിലും ദേ ആർ ഓക്കെ. ഈ ഹൺലി ഈസ്റ്റിലെ തമ്പു എന്ന് പറയുന്നത് ഈ കരാപ്പുഴ പള്ളിക്കാരനും കൂടിയാണ്. ആണ് ആണ്. അപ്പോൾ എന്താ പറയുക, ഇതിനെ നമ്മളൊന്നും തള്ളിപ്പറയൊന്നുമല്ല, മറിച്ച് അവർക്കും കൂടെ പാരൻസിന് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസം വരും. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും. ഈ ഇവിടുത്തെ APC ബദലിന്റെ ഇപ്പോഴേ അതെങ്ങനെ അത് പിരിച്ചു വിട്ടോ? ഇല്ല, ഒരു ചെറിയ ഗ്രൂപ്പാണ് അവർ നടക്കുന്നുണ്ട്. അവരുടെ ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ KC ചാക്കോ. He's an efficient guy. Church as normal. Yeah, he's a very good person. അവർ നടത്തുന്നുണ്ട്. അതിനോട് ചേർന്ന് എന്തെങ്കിലും ഞാൻ കണ്ടത് കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. കുഞ്ഞുങ്ങളെ കണ്ടു, ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ഞാൻ അവരോട് ചോദിച്ചത്, എൻ്റെ ഒരു രീതിയുണ്ട്, ആരെങ്കിലും ഇപ്പോൾ ഓർത്തഡോക്സുകാരനെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡബിൾ സർട്ടിഫിക്കറ്റ് ആകും എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ച് സ്വയത്ത് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ എങ്ങനെ നിങ്ങൾ സഹിക്കുന്നു എന്ന് ചോദിച്ചു. അതോടൊപ്പം ഒരു കാര്യം, നമ്മുടെ ഈ ലേറ്റ് നൈറ്റിൽ നമുക്ക് ഇപ്പോൾ 400 people ജോയിൻ അപ്പോ അവര് വളരെ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ സുജിത്ത് പറഞ്ഞു ചിലപ്പോൾ ഓർക്കം വരാറുണ്ട്. ഞാൻ പഠിക്കും തോറും ഞാൻ പിള്ളേരും എൻ്റെ വൈഫായിട്ടും ഡിസ്കസ് ചെയ്ത് ഞങ്ങളത്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ഒരുമിച്ച് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന്. സോ അതാണ് ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്തിരുന്നതും. ഞാൻ പെന്തക്കോസ്തിൽ നിന്നപ്പോഴും അങ്ങനെ തന്നെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്ത് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. സോ ഞാൻ പിള്ളേരെ മാക്സിമം പഠിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ അടിച്ചേൽപ്പിക്കുകയല്ല, അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ തന്നെ ആ ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓർത്തഡോക്സ് എനിക്ക് ഇത് കംപ്ലീറ്റ്ലി ലിറ്റർജിക്കൽ ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള ആക്സസും കുറവായതുകൊണ്ട് ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നു. അങ്ങനെ പിന്നെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആൾക്കാർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ പറഞ്ഞു. ലൈവിലെ ശിവനും കൂടെ അറിവിലേക്ക് ഒന്ന് പറയണം. ഒന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വിമർശനം ഉണ്ടാകും, ഒരുപാട് അറ്റാക്ക് ഉണ്ടാകും. രണ്ട്, ഈ വന്നിടത്ത് നാളെ ഇപ്പൊ നമ്മള് ഇപ്പം ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ മാംസമൊന്നും കഴിഞ്ഞിട്ടില്ല, ആ കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു വാക്ക് പറയാൻ പറ്റും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ലീഡർഷിപ്പ് നിനക്ക് എനിക്കറിയാം, നീ ഇന്നലെ വന്നി, ഇങ്ങനെ ഒരു ഹറാസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ നമ്മുടെ ഈ വകുപ്പിനുണ്ട്. അപ്പൊ അതിലൊന്നും തളരരുത്. നമ്മളെ ഇവിടുത്തെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെയോ കാണാനല്ല, ഈ പറഞ്ഞ ദൈവത്തെ കാണാനാണ്. കാസായ കൈലാസായ ഉയർത്തി അത് തിരിച്ചറിയൊക്കെ അനുഭവിക്കാനാണ് വരുന്നത്. അത് എടുത്തെങ്കിലേ അത് ശരിയാകത്തുള്ളൂ എന്ന് ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞു. അനുഭവിച്ചൊരു കാര്യം അതുമായിട്ട് നമ്മൾ 10-20 വർഷം നമ്മൾ അതിനെപ്പറ്റി ഹാൻഡിൽ ചെയ്തത് കൊണ്ട് നോർമൽ, ഇറ്റ്സ് ബിറ്റ്വീൻ പീപ്പിൾ. അത് ഒരു സഭയുടെ പേരിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. അത് എന്നാ പറയുക, ഇൻബിൽറ്റ് ഒരു ആൾക്കാരിലുള്ള ഹാർട്ട് ഹീലിംഗിന്റെ പ്രോബ്ലം. If we are healed enough, then we have no problem. ശിവദിനേക്കാളൊക്കെ 10 മടങ്ങായിട്ട് സഹിക്കുന്നു. ഞാൻ മുമ്പത്തെ പറയാൻ വന്നത്, ഞാൻ ഇന്നലെ ഈ ഏർലി ചർച്ചിന് ഇത് വായിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഹീരാം രാജാവ് ഈ യഹൂദന്മാരുടെ ഇത് മോഷ്ടിച്ചായിട്ട് അവരുടെ ആ വർഷിപ്പ് സ്റ്റൈൽ, അതുകൊണ്ട് അവർ പിന്നീട് ഈ വർഷിപ്പ് സീക്രട്ട് ആക്കി ഈ മറ്റാളുകൾ മോഷ്ടിച്ചോണ്ട് പോയി. അങ്ങനെയാണ് നമുക്ക് ഈ രഹസ്യ പ്രാർത്ഥനകളും ഒക്കെ വന്നെന്ന് പറഞ്ഞൊരു ട്രഡീഷൻ ഇന്നലെ ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഈ സീക്രസീസ് മിസ്റ്ററിയിലെ അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം, ഇന്നാളെ തിരുമേനി എന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചെറുതായിട്ട്, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നമ്മൾ ഈ വിശുദ്ധ കുർബാനക്കിടയ്ക്ക് ഈ ദോസേനോ എന്നൊക്കെ പറഞ്ഞ അപ്പൊ ആ ഒരു ഇത് കാണിക്കുമല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ഒരാള് പറഞ്ഞ, അച്ഛാ സ്പൂണും തുണിയും കൂടെ കാണിക്കുമ്പോൾ ഞാൻ പള്ളി വന്നെന്നു. അപ്പൊ അതിന്റെ ആക്ച്വൽ അർത്ഥം എന്താണെന്ന് പറയാം. അതായത് ആ കാണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും
തുടങ്ങിയ ശൈലിയിൽ തന്നെ ഞാനൊന്ന് ആ. തിരിച്ചു വരാം. ആ. ഈ ആചാരങ്ങൾ എന്തിനാണെന്നൊരു ചോദ്യത്തിന് മഹാത്മാഗാന്ധി പറഞ്ഞൊരു ഉത്തരവുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ടെമ്പിൾ കൾച്ചർ അല്ലെങ്കിൽ ഏതൊരു കൾച്ചറിലാണെങ്കിലും കുറെ റിച്വൽസ് ഉണ്ട്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഈ ദ ഐഡിയോളജി ബിഹൈൻഡ് ദ റിച്വൽസ് will be written at somewhere at some point, or by the spirit it will be coming again. പക്ഷേ through these symbols, through these rituals, the things will be active in a practice. അപ്പം അത് ഞാൻ ജനറൽ ആയിട്ട് പറയുന്നത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, Yes. നെക്സ്റ്റ് ജനറേഷൻ ക്യാരി ഓവർ ചെയ്യുന്നത് എല്ലാം ഇതാണ്. അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ദാമോദോസേനോ ഇതൊക്കെ കുർബാനകളെല്ലാം തുടങ്ങിയിട്ട് ആദ്യം എനിക്കറിയില്ലായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയായിരുന്നു. ഇപ്പൊ ഒരുപാട് കമന്ററീസ് ഉണ്ട്. ആ കമന്ററീസ് ഒന്നും കാണാതെ ഈ ഓരോന്നിനും ഓരോ കുഞ്ഞു കുഞ്ഞർത്ഥങ്ങൾ പറയുന്ന ഈ ഞാൻ അത് ബാർസലിയുടെ ഡൈനീഷ്യസിന് വായിച്ചു. മുറിവൈദ്യന്മാരുടെ കമന്ററീസ് ഒത്തിരി ഉണ്ട്. അതെ അതെ. ഇതെല്ലാം വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഇത് വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇത് പഠിക്കാൻ ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്. അപ്പോഴാണ് നമുക്ക് ക്യൂരിയോസിറ്റി അത് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് വന്നാൽ ഈ ഇത് കാണിക്കുന്നത് അതിൻ്റെ ലിറ്ററൽ മീനിങ് അണ്ടിൽ ഐ കം അഗെയിൻ. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഉണ്ടായ രണ്ടാമരമാണ്. അപ്പൊ പ്രാക്ടിക്കൽ സെൻസിൽ അവിടുന്ന് കിട്ടുന്ന ഫസ്റ്റ് പ്രൈമറി മീനിങ്ങിൽ പറഞ്ഞു കർത്താവ് രണ്ടാമതും വരും. അപ്പൊ കർത്താവ്, അപ്പൊ ഞാൻ ചിന്തിച്ചത് കർത്താവ് രണ്ടാമതും വരുന്നതിന് ഈ സ്പൂൺ നോക്കി കാണിക്കുന്നത് എന്തിനാ? ഓക്കെ. പക്ഷേ അന്നേരം വായിക്കുമ്പോൾ ഡീപ്പ് ഉദാഹരണത്തിന് ജോൺ ഓഫ് ടാറയുടെ കമന്ററി വായിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുകയാണ് ഇത് കർത്താവ് രണ്ടാമതും വരുന്നതല്ല. ദ ഹോൾ തിങ് അവിടെ പറയുന്നത് എന്താ പറയുന്നത്? എന്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യും. എന്താ സുഹൃത്ത് പറഞ്ഞല്ലോ, കമ്മ്യൂണിയൻ. ഈ കാസായും പീലാസായും പടിഞ്ഞാട്ട് വരുന്ന എന്തിനാ? വി ആർ ഇൻ കമ്മ്യൂണിയൻ വിത്ത് യു. ഇന്നത്തെ എവങ്കേലി അതായിരുന്നു. ഇന്നലത്തെ ഞാനും പിതാവും ഒന്നായിരിക്കും, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടത് തന്നെ. ആ യൂണിഫിക്കേഷനാണ് കുർബാന അനുഭവത്തിൽ നടക്കുന്നത്. അപ്പൊ പറയാണ് ഇതെന്താ, ഈ സൈൻ എന്താ? ഇസ് കമ്മ്യൂണിയൻ. ഇനി ഇതിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് എവിടേക്കാ പോകുന്നത്? നേരെ പോകുന്ന യെശയ്യാവിലേക്കാണ്. യെശയ്യാവിന് കുടിലുകൊണ്ട് അല്ലേ അഗ്നിക്കട്ട എടുത്ത് അവന്റെ ചുണ്ടിൽ തൊടുവിച്ചു. ഇവിടെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പടിഞ്ഞാട്ടിന് കാണുകയില്ല. പക്ഷെ അവിടെ ചെയ്യുന്നത് ഇത് എന്താണ്? ഈ മുർത്തോ ആൻഡ് സ്പൂൺ ഇത് എടുക്കുമ്പോൾ അതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന കൗക്ബോ എന്ന് പറയുന്നത് നക്ഷത്രം എന്നാണ്. കൗക്ബോ ബാക്കിയുള്ള നക്ഷത്രം എന്ന് പറയുന്നത് സ്റ്റാർ. ഈ സ്റ്റാർ വലതുവശത്തിരിക്കുക. ഈ സ്റ്റാർ രഹസ്യങ്ങളുടെ പുറകിലൂടെ, കാസാപിലാസുകളെയാണ് രഹസ്യം തിരിച്ചത്, രഹസ്യങ്ങളുടെ പുറകിലൂടെ ഇടത്തോട്ട് സഞ്ചരിക്കുന്നു. ഞാൻ പറയാം. അപ്പോൾ ഇടതുവശത്ത് നിന്ന് ഇത് രഹസ്യങ്ങളെ ചുറ്റി പുരോഹിതൻ അതിനെ ചുംബിച്ച് ദൈവങ്ങളെ കാണിക്കുന്നു. അവിടെ നമുക്ക് തുടങ്ങാം. That's now this is our communion, the body and blood of our Lord. ഇത് എപ്പോഴാണ് നടക്കുന്നത്? വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടാ. വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, പുതിയ നിയമം ശരീരമായി തീരട്ടെ, രക്തമായി തീരട്ടെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പുറകോട്ട് പോകാം. ഈ നക്ഷത്രം വരുന്നത് എവിടുന്നാ? ആദ്യം ഇടതുവശത്തായിരിക്കുന്നത്. ഇത് കാസാപിലാസകൾ മൽക്കിസദേക്കിന്റെ ക്രമമാണ് ആദ്യത്തെ ക്രമം. പുരോഹിതൻ ഈ തുയോബോ നടത്തുമ്പോൾ, തുയോബോ എന്ന് പറയുന്നത് പ്രൊപ്രേറ്ററി, താഴെ നമസ്കാരം നടത്തുമ്പോൾ പുരോഹിതൻ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ശുഭക്കോനോ ചോദിച്ച് അകത്ത് കയറുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 51 സങ്കീർത്തനമൊക്കെ ചൊല്ലി ഇത് അകത്ത് കയറുന്നു. അത് മുഴുവൻ ഇപ്പൊ നമുക്ക് പറയുന്ന പോലും ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ, അപ്പൊ അവനെ അരക്കെട്ടുണ്ട്. ഈ അരക്കെട്ട് നമുക്കറിയാമല്ലോ, അവൻ പാപം ചെയ്തോടെ മരിച്ചു പോയാൽ വിശുദ്ധ അതിവിശുദ്ധത്തിലേക്ക് കയറാൻ പോലും മറ്റുള്ളവർക്ക് പാടില്ല. അവനെ വലിച്ചിറക്കൂന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ചെന്ന് കൃപാസനത്തിൽ വണങ്ങി
ക്രോണോസ് മുത്തി തിരിച്ചു വന്ന് കൈകൾ കഴുകി. അത് കഴിഞ്ഞ് ആദ്യത്തെ ക്രമമാണ് ഈ മൽക്കിസേദെക്കിന്റെ ക്രമം. അപ്പോൾ വീഞ്ഞുകൾ അടക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് തുയോബ നടത്തുന്നു. ഈ തുയോബ നടത്തി രഹസ്യങ്ങൾ മൂടുകയാണ്. ആ മൂടുന്ന തുണിയെ തന്നെ അനഫൂറ എന്നാണ് വിളിക്കുന്നത്. കുർബാനയ്ക്ക് മൊത്തം അനഫൂറ എന്ന് പറയും. രഹസ്യങ്ങൾ മൂടുന്ന തുണിയെ ക്ലാസിക്കൽ ലിറ്റർജിക്കലെ സെൻസിലെ അനഫൂറ എന്ന് വിളിക്കുന്നത്. ആ അനഫൂറയെ പക്ഷെ നമ്മൾ വിളിക്കുന്ന ലോക്കൽ ടേമാണ് ശ്വസപ്പ. ശ്വസപ്പ എന്ന് പറഞ്ഞാൽ വിരിമൂടി എന്നാണ്, മൂടുശീല. ഈ ശ്വസപ്പ ചെയ്തു വെച്ചു. സത്യത്തിൽ ഡീപ്പ് ഇൻ ടു ദ ക്രിസ്റ്റോളജി കന്യകമറിയാമിന്റെ ഗർഭപാത്രമായി കാണുന്നത്, വചനിപ്പാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ പറഞ്ഞില്ലേ, ലോക്കൽ സാധാരണ ഒരു കമന്ററിയില് മറ വലിച്ചപ്പോ പുതിയ നിയമം തുടങ്ങി. അപ്പൊ ചുറ്റിയപ്പം ഇത് ബത്ലഹേമിന് ചുറ്റുമുള്ള ജനനമാണ്. പക്ഷെ ഈ ആ അന്നേരാണ് ജനനം എന്ന് സ്റ്റാൻഡേർഡ് കമന്ററീസ്, ക്ലാസിക്കൽ കമന്ററീസ് ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അത് മഗൂഷന്മാരുടെ ഒരു യാത്രയാണ്. സി, അപ്പൊ അവിടെ ഞാനൊരു വാക്യോട് പറയാം. എബ്രായ ലേഖനം എങ്ങനെയാ തുടങ്ങുന്നത്? ഭാഗം ഭാഗമായും വിവിധമായും കാണിച്ചു കൊടുത്തത് ഇപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ പുത്രനിൽ പൂർണ്ണതയിൽ വരുന്നു അല്ലേ? അപ്പോ ഇത് നോക്കിക്കേ, ഈ നക്ഷത്രം, ഈ സ്റ്റാർ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ഇപ്പൊ ആദ്യം ഇങ്ങനെ തുടങ്ങിയിട്ട് എന്റെ പൂർണ്ണതയിലേക്ക് പറയാം. ഈ സ്റ്റാർ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ഇവര് മാത്രമല്ല, യഹൂദനും മാത്രമല്ല, യവനനും ഇന്ത്യനും ആഫ്രിക്കനും ഒക്കെ ഭാഗികമായി വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുടെ പൂർണ്ണതയാണ് ക്രിസ്തു. ഇനി നോക്കിക്കോ, നേരെ നമുക്കൊന്ന് ബെത്ലഹേമിലേക്ക് പോവാം. അവിടെ യാത്ര ചെയ്ത് വന്നവരാരൊക്കെയാന്നാ പറയുന്നത്? പേർഷ്യക്കാരനുണ്ട് അല്ലേ, ആഫ്രിക്കക്കാരനുണ്ട്, ഇന്ത്യക്കാരനുണ്ടെന്ന് പറയുന്നു. ഒരാൾ നമ്മുടെ വിശ്വാമിത്രനായിരുന്നു അല്ലെ, പിറവപ്പള്ളിയുടെയൊക്കെ ചരിത്രമൊക്കെ പറയാൻ കഴിയും. കൂശ്യനും പേർഷ്യനും ഹിന്ദു. അപ്പോ ഇവരെല്ലാം ഒരു ദിവസത്തെ യാത്രയല്ല ഇത്. ആ യാത്ര തന്നെ കാണിക്കുന്നത് യുഗങ്ങളുടെ യാത്രയാണ്, ക്രിസ്തുവിലേക്കുള്ള യുഗങ്ങളുടെ യാത്രയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബൃഹദരണ്യത്തിലേക്ക് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ, അതായത് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, പ്രത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, നാശത്തിൽ നിന്ന് ജീവനിലേക്ക്. ക്രിസ്തുവിനൊക്കെ ഉത്തരം പറയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ വെളിച്ചമാണ്. സി, അപ്പോ ഇതിൻ്റെ ഒക്കെ ഉത്തരം ഇവരെല്ലാം ക്രിസ്തു. പൊട്ടന്മാരല്ലല്ലോ വന്നത്, വിദ്വാന്മാരാ വന്നത്. വിദ്വാന്മാർ ചുമ്മാ വരും. ഈ നക്ഷത്രം നോക്കി അവർ വന്നു. എന്നിട്ട് ഇഞ്ഞൊന്ന് കണ്ടു, ഈ മറശീല ഉയർത്തുമ്പോൾ, നിന്ന് ഈ മറശീല ഉയർത്തുമ്പോൾ പുരോഹിതന്റെ ആദ്യ കാഴ്ച എന്താ? ഈ സ്റ്റാറിനടിയില്, ഈ നക്ഷത്രത്തിനടിയില് എന്താ ലൂക്കോസ് എഴുതിയിരിക്കുന്നേ? അവർ ശിശുവിനെ കണ്ടു. ശിശുവിനെയും മാതാവായ അമ്മയായ മേരിയോട് കൂടെ കണ്ടു. പീലാസ കനികമറിയാമെന്നാ പറയുന്നത്. കാസ പരിശുദ്ധാത്മാവിന്റെ ചിഹ്നമാണ്. സി, പിതാവിന്റെ വെളിച്ചത്തിൽ പിതാവ് ഇത് ഉദിപ്പിച്ച് കാണിക്കുകയാണ്. സോ ദ തെയോഫനി ഈസ് ഹാപ്പനിങ്. തൃത്വം അവിടെ വെളിപ്പെടുകയാണ്. ഉയർത്തുമ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം, ഞാൻ കുർബാനയെല്ലാം തുടങ്ങിയിട്ട് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയത്. അപ്പൊ ശിവന് ചോദിക്കാതൊന്നും സെമിനാരി പഠിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഡീപ്പായിട്ടൊന്നും പലപ്പോഴും പോകുന്നില്ല. ഞാൻ മെത്രാപ്പോലിത്തി ആയതിനു ശേഷവും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പല കാര്യങ്ങളും വായിക്കുമ്പോൾ. അപ്പൊ അതിനാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആചാരങ്ങൾ നിലനിർത്തും. പക്ഷെ ആചാരങ്ങളുടെ അർത്ഥം ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി തെളിഞ്ഞു വരികയായിരിക്കും. അപ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ ഉടനെ എന്താ ചെയ്യുന്നത്? 180 ഡിഗ്രി തിരിയാണ്. അപ്പോൾ ജനം രഹസ്യങ്ങൾ കാണണം. അവിടെയാണ് യഥാർത്ഥത്തിൽ തെയോഫനി നടക്കുന്നത്. ജനനവും മാമുദീസായും ഒക്കെ. ജനനവും മാമുദീസ ഒന്നിച്ചായിരുന്നല്ലോ, പിന്നെയല്ലേ ഈ എൽദോയും ദനഹായും രണ്ടാകും. അപ്പൊ എന്നിട്ട് പറയുകയാണ്, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, പരിശുദ്ധയുടെ സംബന്ധമാവാസം, ഇത് ഇടത് കൈ ഈ രഹസ്യത്തിന്മേൽ
തൊട്ടുകൊണ്ടാണ് പറയുന്നത്. അതായത് ഈ അനുഗ്രഹം ഈ ശുശ്രൂഷകന്റെ സ്വന്തമല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. യെസ്. അപ്പം ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതുകൂടെ പറയാം. അപ്പോൾ ഈ ഇപ്പം നേരത്തെയുള്ള മെത്രാച്ചന്മാർക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കല്ലേ. സത്യത്തിൽ ഈ തിരിഞ്ഞ ഉടനെ വടി വേണമെന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് പിടിക്കാൻ നിൽക്കാനുള്ള ബലത്തിന് വേണ്ടിയായിരിക്കും അംശോടി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അംശോടി പിടിച്ചിട്ട് നിൽക്കുന്നു. അംശോടി പിടിക്കുമ്പോൾ ഈ രഹസ്യങ്ങൾ മറിഞ്ഞ് നിൽക്കാനൊരു സാധ്യതയുണ്ട്. അതൊരിക്കലും പാടില്ല. ഇത് റിവീൽ ചെയ്യുക. സത്യത്തിൽ അവസാനത്തെ ആശീർവാദം, അവിടുത്തെ അവസാനത്തെ ആശീർവാദം എന്താ? സമാധാനത്തിൽ പോകുമെന്ന് പറയുന്ന ആശീർവാദം പറയുമ്പോൾ കുർബാനയുടെ ലിറ്റർജിയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി പോസ്റ്റ് ലിറ്റർജി മാത്രമേ ഉള്ളൂ, പോസ്റ്റ് കമ്മ്യൂണിയൻ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഫുൾ ബെനഡിക്ഷൻ. അതിനാണ് അംശോടി ഉപയോഗിക്കുന്നത്. മറ്റു സ്ഥലത്ത് അംശോടി ഉപയോഗിക്കാൻ നിർബന്ധമില്ല. എന്നാൽ അത് ശീലിച്ചൊരു പാരമ്പര്യമുണ്ട്. ഞാൻ ബൈ ചാൻസ് പറഞ്ഞല്ലോ. ഇത് വെളിപ്പെടുകയാണ്. ആ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉടനെ എന്ത് പറയുന്നത്? ഇനി നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും വീരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. എന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞത് അസെൻഡഡ് ബീയിങ്, റിസറക്റ്റഡ് ബീയിങ്, അസെൻഡഡ് ബീയിങ്. പിന്നെ ഈ താഴെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കലല്ല നമ്മുടെ പണി. നമ്മളങ്ങ് എബവ് ധ്യാനത്തിലേക്ക് പോവാണ്. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കുർബാന സ്ഥാപനം കഴിയുമ്പോൾ എന്ത് കഴിഞ്ഞു? പഴയ നിയമത്തിൻ്റെ റോള് കഴിഞ്ഞു. അപ്പോൾ ഈ ഇത് പറഞ്ഞില്ലേ, ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ആശീർവാദം കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ ആശീർവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നിന്ന് ഉയരങ്ങളിലായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഈ ഇത് സ്റ്റാർ എടുത്തു, അതും ബഹുമാനത്തോടെ മുത്തി അത് വലതുവശത്ത് വെച്ചു. ഓക്കെ, കാരണം ഡിസ്പെൻസേഷൻ ആരംഭിച്ചു. എന്നിട്ട് സ്ഥാപന വചനങ്ങൾ കഴിഞ്ഞത് പൂർത്തിയായി കഴിയുമ്പോൾ പഴയ നിയമത്തിൻ്റെ റോള് തീർന്നു. അപ്പോൾ സ്റ്റാർ അതിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. പുതിയ നിയമത്തിൻ്റെ ചിഹ്നം എന്താ? കമ്മ്യൂണിയൻ. പുതിയ നിയമത്തിൻ്റെ ചിഹ്നം നമ്മൾ ചിലപ്പോൾ പറയാം സ്ലീബയാണ്. അല്ല, സ്ലീബ അതിൻ്റെ ഒരു എന്താ വേറൊരു ഭാഗമാണ്. സ്ലീബിലേക്ക് വരുന്നത് വളരെ പിന്നീടാണ്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ചിഹ്നം എന്താ? കമ്മ്യൂണിയൻ. ഓരോ തവണയും ഈ 40 ദിവസത്തിനകം എപ്പോഴൊക്കെ യേശു പ്രത്യക്ഷപ്പെട്ടുവോ അവൻ അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി അവർക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തെളിഞ്ഞു. ഇത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ചിഹ്നമാണിത്. എന്നിട്ട് ഇത് വെച്ച് കഴിയുമ്പം ഉടനെ ഒരു തമാശ കൂടിയുണ്ട്. അതൊക്കെ ഞാനിപ്പോഴാണ്. അപ്പോൾ അന്നേരം അവിടെ ഈ തൂക്കുറ്റി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കുന്തിരിക്കിട്ട് കൊടുക്കും. റൂബ്രിക്സിൽ അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പം തൂക്കുറ്റി ഇടുന്നത്? അപ്പോൾ പലരും പറഞ്ഞിട്ടില്ല എന്താ, അത് കുറെ നേരമായി ഇപ്പം ഇട്ടിട്ട്, അപ്പം അതിൽ കുറച്ച് കൂടാൻ നേരമായി. എന്നാൽ എന്താ സത്യം എന്നറിയോ? അവിടെയാണ് ന്യൂ ഡിസ്പെൻസേഷൻ തുടങ്ങുന്നത്. പുതിയ സഭ ആരംഭ. ആ പാർട്ടീഷനെ കാണിക്കുന്നത്. അപ്പൊ അവിടെ എന്നിട്ട് തിരിച്ചും പറഞ്ഞു മുത്തിലൊന്നുമില്ല. കാരണം അവിടെ അത് മുത്തിലില്ലാത്തതെന്ന് വെച്ചാൽ ഇത് ഫോളോ ചെയ്യാണ്. ഏറ്റവും തടുതിയിലെ ഹാർട്ട് ഓഫ് ദ ലിറ്റർജിയാണ് ആ സമയത്ത്. അവിടെ ഇത് ഇടുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നി ഈ നേരത്തെ എന്തിനാ ഇവനെ ഇത് കൊണ്ടുവരുന്നത്, ഏതാ ദൂക്കുറ്റിക്കാരത് കൊണ്ടുവരുന്നത് എന്ന് തോന്നരുത്. അത് ഈ കാലഘട്ടങ്ങളെ തിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഈ ബാക്കി ആരാധന മുഴുവൻ നടന്ന് മാലാഖന്മാരോട് ചേർന്ന് അല്ലേ പരിശുദ്ധ റൂഹാപുരനി ആവസിച്ച് ഇതെല്ലാം പറഞ്ഞ് ലിറ്റർജിയുടെ ഭാഗം കഴിഞ്ഞ് നമ്മളിൽ ഒത്തിരി തുബ്ദാനുകളിലേക്കും പിന്നെ കണ്ടിപ്പിൻ്റെ ശുശ്രൂഷയിലേക്കും ഒക്കെ പോയിട്ട് ഡിസ്പെൻസേഷനിലേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം. ഇതൊക്കെ തിരുമേനി, ഇതൊക്കെ ഇപ്പം ഞാൻ 26-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഭാഗത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഇത് കണ്ടപ്പം എനിക്ക്, അത് ഞാൻ സൺഡേ സ്കൂളിൽ നിന്നും പോയിട്ടില്ല, പക്ഷേ ഇത് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നൊന്നും തന്നെ എനിക്ക് അറിയില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആരത് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ? അവിടെയാണ് ഈ റെക്ടോറിക്കൽ അപ്രോച്ചിന്റെ ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ ഒരു അച്ഛൻ 10 മിനിറ്റ് പ്രസംഗിക്കാൻ ചോദിച്ചാൽ ആള് ചോദിക്കും എന്തിനാ അച്ഛൻ 10 മിനിറ്റ് പ്രസംഗിക്കുന്നത്? 8 മിനിറ്റ് കൊണ്ടൊന്നും ഒരച്ഛനും കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് നമ്മുടെ ആ ഒരു സംസ്കാരം മാറണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഒരു ഭാഗത്ത് പറയും ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല,
എപ്പോഴാ പഠിപ്പിക്കുന്നത്? മറുഭാഗത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ നിന്നാൽ ഇപ്പൊ എന്നെ കുറിച്ച് തന്നെയുള്ള ഒരു പ്രധാന പരാതി, തിരുമേനി പ്രസംഗം തുടങ്ങിയാൽ നിർത്തുകയില്ല. നമ്മൾ എവിടെ ജനത്തെ ഒന്ന് കിട്ടുന്നേ, ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തിരുമേനിയോട് സംസാരിച്ചിട്ട്, ഞാനിപ്പോ ഈ ഞങ്ങൾക്ക് പല മീറ്റിങ്ങുകളുണ്ട്, അതിലൊക്കെ ഞാൻ പറയും ഈ സൂമിലൊരു മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് ആളുകൾ കൂടും. ഞാൻ അതിലും അവരോട് പറഞ്ഞു, ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നല്ല അറിവാണ് കേട്ടോ, തിയോളജി ലിറ്ററേച്ചർ നല്ല അല്ല, ഞാൻ പോയിട്ട് പറയല്ലോ, ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവർ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് സംസാരിക്കാൻ അനുവദിച്ചിട്ട് വേണ്ടേ, നിങ്ങൾ അദ്ദേഹത്തിന് കേൾക്കൂ. ഞാൻ തിരുമേനിയായിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തൊരു കാര്യം ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, എന്റെ അറിവിനല്ല, അത് നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിയപ്പോ ഇതിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കുറിച്ചുള്ള പൊതു അറിവ് ഭയങ്കരമായിട്ട് ചൂടാവും, ആരാധനയുടെ ഇടയിൽ ചൂടാവും, നിർത്തൂ പറയും. കടക്കു പുറത്തും നമ്മുടെ മുഖ്യമന്ത്രി പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഈ ഹൈദരാബാദില് ഇസ്ലാമിക സ്റ്റഡീസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? എന്നോട് ഹൈദരാബാദിൽ ഇന്നലെ ഒരാൾ വിളിച്ചു. ഞാൻ ആക്ച്വലി ഇസ്ലാമിക് സ്റ്റഡീസ് അല്ല പ്രത്യേകം പഠിപ്പിക്കുന്നത്, ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. 1926 ഉണ്ടായ ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു മിഷനറി, ഡാനിഷ് മിഷനറി ആയിട്ടാണ് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഉറുദു പഠിച്ച് ഇറാനി ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്യുകയൊക്കെ ചെയ്തു. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഇറാനി വെച്ചാണ് അദ്ദേഹം ഭരിക്കുന്നത്. അത് എന്തോ രോഗം വന്നിട്ട് മറ്റോ ഭരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നതും അന്ന് അദ്ദേഹത്തിൻ്റെ ഡാനിഷ് മിഷനെ പറ്റി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തൊക്കെ അതുകൊണ്ട് ഹൈദരാബാദിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അതാണ് ഹെൻറി മാർട്ടിൻ്റെ ആദ്യ ചരിത്രം. അതിങ്ങനെ കടന്നു വന്നു. ഇപ്പം ഈ താമ്പരം കോൺഫറൻസ് മുതൽ ഉള്ള സമയത്ത് പോലും ഈ ഹെൻറി മാർട്ടിൻ അതിൻ്റെ ഒരു ഹോസ്റ്റ് വാളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് എക്യുമെനിക്കൽ വേൾഡിൽ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അന്ന് മുതൽ അതിൻ്റെ ഒരു ലക്ഷ്യം ഈ ക്രിസ്ത്യൻ മുസ്ലിം ഡയലോഗ് അതിൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ ലൈഫ്, കോമൺ സോഷ്യൽ ലൈഫ്, അങ്ങനെയൊക്കെയുള്ളത്. അത് പിന്നെ കുറെ ഡെവലപ്പ് ചെയ്ത് ഇപ്പം അതിൻ്റെ ഡയറക്ടർ ഒരു ഡോക്ടർ ഭാഗ്യം സാമുവലാണ്. ഞങ്ങൾ ഒന്നിച്ച് MTH പഠിച്ചവരാണ്. ഞാൻ ഹിന്ദുയിസം സ്പെഷ്യലൈസ് ചെയ്തത്, ഇസ്ലാം സ്പെഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഈ MTHൽ തന്നെ ഇസ്ലാമും ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള മുതലുള്ളൊരു ബന്ധമുണ്ട്. അങ്ങനെയാണ് അപ്പോൾ ഹെൻറി മാർട്ടിനിൽ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സറാംപൂർ കോളേജിൻ്റെ ഒരു ഹയർ കോളേജാണ്. അതായത് BD ഇല്ല, MTHും DTHും ഉണ്ട്. MTHും DTHും അതിന്റെ ഗ്രാജുവേഷൻ അതെ, അതിന് വേണ്ടിയാണ് പോയത്. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ചെയർമാനും കൂടിയാണ്, ചെയർമാനാണ്. ഈ ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഒക്ടോബറിൽ ഉണ്ടായത് ഈ ഹെൻറി മാർട്ടിനിൽ വെച്ചാണ് ഇത്തവണ സറാംപൂർ സെനറ്റിന്റെ കോൺവക്കേഷൻ നടന്നത്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുന്ന ചുമതല എൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കായിരുന്നു. ഞാനാണ് പലപ്പോഴും ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്ത് പോയി ക്ലാസ് എടുക്കുകയും മീറ്റിങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഇടവക ചുമതലക്കാരെല്ലാം ശ്രദ്ധിക്കാൻ പറയുകയാണ്, നിങ്ങൾ ഈ തിരുവേനിയെ മാക്സിമം ചൂഷണം ചെയ്ത്, കാരണം ധാരാളം അറിവുകളുടെ ഒരു ഭണ്ഡാരമാണ്. കാരണം എന്നോട് ഒത്തിരി ആളുകൾ, ഞാൻ ഈ ലൈവിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അറിയത്തില്ല ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പിടിച്ചു, ഇത് ഒരു ബെസ്റ്റ് ആളാണ്, ഇഷ്ടംപോലെ അറിവുകളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് സെമിനാറുകൾ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവർക്ക് സമയം, ഒരു മെത്രാപ്പോലിത്ത ഈ ഒരു വർഷത്തിൽ ഞാൻ കണക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്യൂ മിനിറ്റ്സ് മാത്രം ഈ ജനത്തോട് സംസാരിക്കാൻ. അതിനകത്ത് എന്താന്ന് പറയുന്നത്? എന്നാൽ ഞാൻ ഒരു കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ്. എന്നെ ആര് വിളിച്ചാലും അത് ചിലപ്പോൾ ഈ പൊടിക്കൊച്ചുങ്ങൾ വരെ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ എനിക്ക് ഫ്രണ്ട്സുണ്ട്. അത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അല്ലാതെ മെത്രാപ്പൊലീത്ത പുരുഷന്മാരോട് മാത്രമേ സംസാരിക്കൂ, അല്ലെങ്കിൽ ചില മെത്രാപ്പൊലീത്ത ചിലപ്പോൾ സ്ത്രീകളോട് മാത്രം, അങ്ങനെയൊന്നുമില്ല. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ആര് വിളിച്ചാലും, ഈവൺ ഒരു അൺഅക്നോളജ്ഡ് നമ്പറാണിപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് പണിയും കിട്ടാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയാൻ വേണ്ടി ചീത്ത വിളിക്കുമ്പോൾ ഈ ഉണ്ടല്ലോ ഈ സഭാവഴക്കിൻ്റെ ഒരു കോൺടെസ്റ്റിൽ ചിലപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ പുറകിൽ ഒത്തിരി കമൻസ് ഒരു പക്ഷേ ഓൾറെഡി വരാം. അപ്പോൾ നമ്മളത് ഇപ്പൊ തന്നെ ഇന്നലത്തെ ഇതിൽ കണ്ടു, ഇയാൾക്ക് ഈ ഷർട്ട് എവിടെ നിന്ന് കിട്ടി, ഇത് കണ്ടാൽ അത് ഫുൾ സൈസ് പിക്ചറായിട്ടിരിക്കുന്നത്. അപ്പോൾ താഴെ വരെ കാൽപാദം വരെയുള്ള കുപ്പായമാണ്, അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് ക്ലെർജി കോട്ടാണ്. അപ്പോൾ ഉടനെ ഇങ്ങനെ ഇയാൾക്ക് എവിടെ നിന്ന് ഈ ഷർട്ട് കിട്ടി,
എന്തൊക്കെ ഇതിന് സമാധാനം എന്നൊന്നും നമുക്ക് പക്ഷെ പറയാം. തിരുമേനി ഞാൻ പറഞ്ഞു ഈ പെന്തക്കോസ്റ്റിലെ ഒരു പ്രീച്ചിങ് കൾച്ചർ ഉണ്ട് അവർക്ക്. ഇപ്പം അവരെ സംബന്ധിച്ച് ഒരു ബിലീവർ ഒരു വർഷം എത്ര അവർ പ്രീച്ചിങ് കേൾക്കും? ഒരു ഓർത്തഡോക്സുകാരൻ അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റഡി ക്ലാസ്സുകൾക്കൊക്കെ ഒന്നുകൂടി ഇന്റൻസ് ആയിട്ട് അവർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഈ എപ്പിസ്കോപ്പൽ ചെയർ ആക്ച്വലി കത്തീഡ്ര എന്ന് പറഞ്ഞാൽ കസാരയാണ് വാക്ക്. അത് ഗ്രീക്കിൽ നിന്ന് പോർച്ചുഗീസിലൂടെ വന്നിട്ടാണ് നമുക്ക് ഈ കസാര കിട്ടിയത്. കസാര. ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞ് ഇടും. കിഴക്കോട്ട് ഇരിക്കുമ്പോൾ അത് പ്രാർത്ഥനാ സമയത്ത് ധ്യാനിക്കണമെങ്കിൽ വയ്യാതെ ആണെങ്കിൽ വേണം കിഴക്കോട്ട് ഇട്ടിട്ട് വേണം ഇരിക്കാം. ധ്യാന സമയത്ത് സദാവായിട്ടൊക്കെ കിഴക്കോട്ട് ഇരിക്കാം. അതൊരു ബഹുമാനക്കുറവ് കൊണ്ടിരിക്കുന്നതല്ല, ആ സ്ഥാനമനുസരിച്ച് ഇരിക്കാം. എന്നാൽ ഇത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന എന്തിനാണ്? ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു എപ്പിസ്കോപ്പൽ വിസിറ്റ്, മെട്രോപൊളിറ്റൻ വിസിറ്റ് ഇടവകയിൽ നടത്തുമ്പോൾ കുർബാന കഴിഞ്ഞ് പടിഞ്ഞാട്ട് ഇത് തിരിച്ചിട്ട് ഇരുന്ന് ആ ഇടവകയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും തെറ്റുകൾ തിരുത്തുകയും ഒക്കെ ചെയ്യണം. ഞാൻ വളരെ ബഹുമാനത്തോടെ ഓർക്കാണ് നമ്മുടെ ബർണബാസ് തിരുമേനി, എല്ലാം അറിയാവുന്നതാണ്. അമേരിക്കയിൽ വളരെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ട് അത്ഭുതങ്ങൾ തീർത്തൊരു പിതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിൽ ഒരിക്കൽ വന്നപ്പോൾ കുർബാനയ്ക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റ് അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നുന്ന കാര്യം അവിടെ വെച്ച് കറക്റ്റ് ചെയ്യും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിള്ളേരൊന്നും പറഞ്ഞില്ല. അപ്പം നിറയെ പിള്ളേർ ശുശ്രൂഷക്കാരുള്ള പള്ളിയാണ്. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം അച്ഛൻ തിരുമേനി വീണ്ടും വന്നപ്പോൾ അച്ഛനും ഒരു പ്രായമുള്ള ഒരു ശുശ്രൂഷകരും മാത്രമേ ഉള്ളൂ, കൊണ്ടുപോയി രണ്ട് പേരേ ഉള്ളൂ. അപ്പോൾ തിരുമേനി ചോദിച്ചു, ഇത് നിറയെ ശുശ്രൂഷക്കാരുണ്ടായിരുന്നു പള്ളിയാണ്ട്, എന്ത് പറ്റിയത്? അപ്പോൾ സി പറയിച്ചനെ അറിയാം. അച്ഛൻ പറഞ്ഞു തിരുമേനി വഴക്ക് പറയുന്ന വിചാരിച്ചു പിള്ളേർ കയറാതെ. അപ്പോൾ ഫ്രം ഹിസ് ഇന്നസെൻസ് തിരുമേനി തിരിച്ചു വയ്ക്കുകയാണ്, ഞാൻ മെത്രാച്ചനല്ലേ, ഞാനല്ലേ വഴക്ക് പറയണ്ടേ, പിന്നെ ആരാ ഒരു വഴക്ക് പറയണ്ടേ? അപ്പൊ അവിടെ ഒരു വാക്കുകൂടെ വേണമെങ്കിൽ ഒരു വാക്കുകൂടെ പഠിക്കാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വഴക്കെന്നുള്ള വാക്ക് എവിടുന്ന വരുന്നത്? വഴക്കുക, ഡിസിപ്ലിനിങ് ആ വാക്ക്. വഴക്കുക ഒരാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞ ശിക്ഷണം, അവനെ ശരിയാക്കി എടുക്കുക. ഡിസിപ്ലിനിങ് ആണ്. ഈ ഞാനൊരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്തു, ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു മൃഗത്തിന്റെ പേര് വിളിച്ചിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ നല്ല അടി കിട്ടിയിട്ട് അങ്ങനെ വല്ലതും ചെയ്ത. അതുകൊണ്ട് ഒരിക്കലും ഒരു ആരെയെങ്കിലും ഒരു ആനിമലിന്റെ പേരിൽ വിളിക്കത്തില്ല. എന്താ കഴുത, കുതിര പാടില്ല. കാരണം രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, യു ആർ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്, അതൊന്ന്. രണ്ട്, ആനിമൽസിലൊക്കെ നമ്മളെക്കാളൊക്കെ ഒത്തിരി വലിയ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇന്നലെ ഈ പാമ്പിനെ വിട്ട് കൊച്ചിനെ കടിപ്പിച്ചപ്പോൾ റിപ്പോർട്ടേഴ്സ് പലരും പറഞ്ഞു പാമ്പിനേക്കാൾ ഉഗ്രവിഷമുള്ള മനുഷ്യരെ, അപ്പൊ അവരെ മൃഗതുല്യം എന്ന് പറയുന്നത് ശരിയല്ല. നീ മൃഗമാണോടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യാഗ്രഹം ചോദിക്കരുത്, മൃഗത്തിന് കാണിക്കണം. അപ്പൊ ഞാനൊരിക്കലും അത് പറയാറ്. എന്നാൽ പറയാൻ പറഞ്ഞു, ഇപ്പൊ ഒരാള് ഉദാഹരണത്തിന് നമുക്ക് അൺസഹിക്കബിൾ ആയിട്ട് ലിറ്ററേച്ചറിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കാന്ന് കൊടുക്കുക, ആളെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനനുസരിച്ച് പിന്നല്ലേ നമുക്ക് ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. 1000 പേര് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കൊയറുകാരൻ പലയിടത്തുള്ളൊരു കുഴപ്പമാണ് ഇവന്റേക്ക്. എൻ്റെ ഞാൻ അതൊന്നും പറയാം. ഇപ്പൊ ചിലർക്കൊരു ചിന്തയുണ്ട് ഞാൻ കൊയറിനെതിരാണ്, ഒന്നുമല്ല. എന്നാൽ നേരത്തെ നമുക്കൊരു ഹാർമോണിയം കിട്ടിയ ഹാർമോണിയത്തിന്റെ ലക്ഷ്യം തന്നെ എന്താ? ടു ഹാർമണൈസ് ദ മ്യൂസിക്. ഇപ്പത്തെ സാധനത്തിന്റെ പേരെന്താ? പേരൊന്നും എനിക്കറിയത്തില്ല. കാരണം അത് ഒത്തിരി, കാരണം അതൊരു ഓർത്തഡോക്സി അല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീകരമായ ശബ്ദം ഉണ്ടാക്കുക. ജനറൽ ആയിട്ട് പറയുന്ന വാക്ക് എന്താ? കീബോർഡ് അല്ലേ? ഇത് കുറെ കേൾക്കുന്ന ശബ്ദം. ഞാൻ അതിനെ താഴ്ത്തി പറയില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴും നല്ല യുക്തമായി ഉപയോഗിക്കുന്നവരുണ്ട്, നല്ല ഓർഗനിസ്റ്റുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് തിരുമേനി, ഇതിനകത്ത് ഹാർമോണിയം ഉണ്ട്. ഇതിനകത്ത് ഹാർമോണിയം
മലയാളത്തിന്റെ മോഡൽ ഇട്ടിട്ട് വായിക്കാം, പക്ഷെ അത് ചെയ്യുകയില്ല. എന്നിട്ട് അടുത്തൊരു സങ്കടം എന്താ, മറ്റേ നമ്മളെ ഇപ്പം ഉദാഹരണത്തിന് നാളെ ഈ വെളുപ്പ് മഹാനായ ദിദീമോസ് ബാവയുടെ ഓർമ്മയാണ്. പത്തനാപുരത്ത് നിന്ന് എന്താണ് തോമമാർജി യൂണിവേഴ്സിറ്റിന്റെ ശിഷ്യനായിട്ട് വന്ന് മലങ്കര സഭയ്ക്ക് 5 കൊല്ലം നേതൃത്വം കൊടുത്ത് ബാവ തിരുമേനിയായിട്ട് നേതൃത്വം 66 ബാച്ചിൽ ബിഷപ്പായതാണ് ദിദീമോസ് ബാവ, അതായത് തോമസ് മാർട്ടിൻ മൂത്യോസ് തിരുമേനി. അതിമനോഹരമായ ശബ്ദമാണ്. അപ്പോൾ തിരുമേനിയുടെ കുർബാനയുടെ ആദ്യകാലത്തെ ചില കുർബാനകൾ റെക്കോർഡാണ്. അതിലൊക്കെ ഹാർമോണിയാണ്. എന്തൊരു സുഖം അത് കേൾക്കാൻ എന്നറിയും. ഇപ്പം കീബോർഡ് വെച്ച് പാടിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം തുറന്നാൽ ഒരു മനുഷ്യൻ എന്താന്ന് പറയുന്നത് കേൾക്കില്ല. അത് കഴിഞ്ഞ് വായിക്കകത്തേക്ക് മൈക്ക് വെച്ചിട്ട് 2 പേരങ്ങ് തട്ടും. വേറെ എവിടെ 1000 പേര് നിന്നാലും അവരുടെ ഒന്നും ശബ്ദം കേൾക്കില്ല. ലിറ്റർജി വർഷിപ്പ് ഇസ് കോൺഗ്രിഗേഷൻ. എല്ലാവരും കൂടെ ചൊല്ലണം. അത് കേൾപ്പിക്കുകയില്ല, പ്രതിവാക്യം പോലും കേൾക്കത്തില്ല, ഒന്നും കേൾക്കുകയില്ല. അതിപ്പോ നമ്മുടെ വലിയൊരു അപ്പൊ അത് നിയന്ത്രിച്ചേ പറ്റൂ. അപ്പൊ ഒരു രക്ഷയില്ല. അത് വരുമ്പോൾ ചിലപ്പോൾ നിർത്താൻ പറയേണ്ടി വരും. ഒരു രക്ഷയില്ല. ഇപ്പൊ അന്നത്തെ പഴയ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അൻപടയോനെ എന്നുള്ള അൻപടയോനെ എന്നുള്ള പാട്ടിന്റെ സമയത്ത് അവിടെ എന്താ നടക്കണേ ഞാൻ പറഞ്ഞില്ലേ, ഈ യാഗപീഠത്തിൽ ക്രിസ്തു ബലിയായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ മറ്റേ തോമസ് ലീഗാമ്മ കുന്തം കയറിയതും വേണ്ട, മറ്റൊരു പാട്ടുമല്ല. കനിയോറയാവിന്റെ പാട്ട് പോലും അവിടെ പാടരുത്. അവിടെ ആ പാട്ട് എൻപടിയാണ്ട് അതിന്റെ ഇതെന്താണെന്നറിയും, കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ അപേക്ഷ ഉണ്ടല്ലോ, സുത്താറയുടെ ആദ്യത്തെ അപേക്ഷ, ആ അപേക്ഷയാണിത്. ഹാനോനോ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ, എൻ്റെ കരുണ വാ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പാട്ടുരൂപമാണ് അൻപടയോനെ. അതിൻ്റെ ഇടയ്ക്ക് ഹാലേലിയായും കുറിയലായസനും ഇല്ലായിരുന്നു. ഈ പാട്ടുപെട്ടി വന്നപ്പോഴാണ് ഇതിന് ഹാലേലിയും കുറിയലായസനും വന്നത്. അവസാനം കുർബാനക്രമത്തിൽ കയറി വന്നു. പിന്നെ കാസ്വലിക്ക് എന്ന് പറഞ്ഞ പൊതുഗീതം അർത്ഥമുള്ളൂ. ഓരോ പെരുന്നാളുകൾക്കുള്ള പൊതുഗീതം, അത് റാസഗീതമാണ്. അത് ഈ എന്താ അപ്രേമിന്റെ ബൗസയുടെ ട്യൂണിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് അൻപടയോന് പകരം ചൊല്ലുന്ന ഗീതമായിട്ട് വന്നു. അൻപടയോനൊരു പകരക്കാരനില്ല. പഴയ കുർബാനക്രമങ്ങളിൽ പഴയ കുർബാനക്രമങ്ങളിൽ ഇത് ഈ എന്താണ് ഒന്നിച്ച് കോൺഗ്രിഗേഷൻ നിർത്തി ചൊല്ലും. അത് കഴിഞ്ഞാൽ നേരെ എന്താ ചെയ്യുന്നത്, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം, ലുത്തിനിയ മുഴുവൻ ചൊല്ലണം. ഇത് അവിടെ ബലി നടക്കുക. ഏതാ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കണ്ടിച്ച് മുറിച്ച് മരണം, ഖബറടക്കം, ഇത് നടക്കുമ്പോൾ അവിടെ ആരാ താഴെ നിൽക്കുന്നേ? അമ്മയും വിശ്വാസികളും. അവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. ഞാൻ ഒരു യെസ്. അപ്പോ ആ നേരത്ത് തുറന്നു ഇപ്പൊ ഈ ലൈവിൽ കാണുന്നവരെ എല്ലാവരും മനസ്സിലാക്കാൻ പറയാണ്, ആ നേരത്ത് നമ്മൾ തമ്പുരാനോട് പറഞ്ഞാൽ, കാരണം നമ്മളോട് പറയുന്നത് എന്താ, ദൈവത്തെ നമ്മളെപ്പോഴും ശിവനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ആരാധനയെ സംബോധന ചെയ്യുന്നത് പിതാവാം ദൈവത്തെയാണ്. പിതാവാം ദൈവത്തെ സംബോധന ചെയ്യുക എവിടെ നിന്ന്? പുത്രത്തിന്റെ യാഗത്തിൽ നിന്നുകൊണ്ട്, ബീയിങ് എ പാർട്ട് ഓഫ് ദി സാക്രിഫൈസ് ഓഫ് ദി സൺ ഓഫ് ഗോഡ്. അവിടെ നിന്ന് പറയാണ് ഞങ്ങളുടെ അപേക്ഷ. തമ്പുരാൻ കേൾക്കാതിരിക്കില്ല. ആ സമയത്താണ് നമ്മൾ അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിശാചി കയറുന്നതിന്റെ വേറെ സംഭവം അത്. ബാക്കി നീ പ്രദക്ഷിണത്തിന് എന്തുകൂടെ പാടിക്കോ, എന്ത് പരിപാടികളെ കാണിച്ചോ, പക്ഷെ ഈ നേരത്ത് ഇതിന് പകരം ഈ കസർത്ത ഇതാരോടാ പറയണ്ടേ? അപ്പോഴാണ് നിർത്തുന്നത്. അത് തലേന്ന് ഇവരോട് പറയുകയും ഇവരെല്ലാം ചെയ്യും. അതിൽ സത്യത്തിൽ ആ കുട്ടികളല്ല അതിന്റെ കുഴപ്പക്കാര്, അവരിത് പാടാനിരുന്ന. അപ്പൊ ആ തലേന്ന് പറഞ്ഞ നേരത്തെ അവിടെ ഇല്ലാതിരുന്ന ഒരാള് ആബ്സെന്റി പെട്ടെന്ന് കൊയർ ലീഡറായിട്ട് മദ്ബായ്ക്ക് അകത്തുനിന്ന് തുടങ്ങി. ഇതൊരു ഷമ്മാശനായിരുന്നു. ആ ഷമ്മാശന ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഷമ്മാശനുള്ള ജോലി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊയറുകാരവിടെ പാട്ട് പഠിക്കുള്ളൂ, അവർ ഹെൽപ്പ്. നമ്മളിത് അറിയുന്നില്ല. നമ്മൾ പിന്നെ ഇത് അറിയുന്ന എപ്പോഴാണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞേ, തിരുമേനി ഞങ്ങളല്ല പാട്ടിട്ടത്, ആ ചമ്മാച്ചനാ പാട്ടിട്ടത്. ഞാനിത് അറിയുന്നുണ്ടോ? എനിക്ക് പുറകോട്ടൊരു കണ്ണില്ലല്ലോ.
അപ്പൊ തിരുമേനി തലേദിവസം ഗവർണറോട് ഓൾറെഡി പറഞ്ഞു. ഞാൻ ഒരു തവണ കറക്റ്റ് ചെയ്തു. തിരുമേനി ചിന്തിക്കുന്ന അവൻ ഇത്ര അറിഞ്ഞിട്ടും അനുസരണക്കേട് കാണിച്ചു. ഞാൻ അൻപുടിയോനെ ഇട്ടു. അപ്പൊ വീണ്ടും ആലോലിയ വരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ നിർത്തുന്നത്. എന്നിട്ട് ഒരു തമാശ കൂടി ഉണ്ട്. ആ എന്റെ നൃത്തം മാത്രമല്ല, അത് കട്ട് ചെയ്തെടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് എന്താ ഡിലേ ഇട്ട് ആണത് ഇത് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോ അപ്പൊ ശിവദേവൻ എന്ന് പറഞ്ഞില്ല. അവസാനം നോക്കിയപ്പോഴത്തേക്ക് ഇത് പലരും പല വിധത്തിൽ വ്യാഖ്യാനിച്ചു. പെന്തക്കോസ്റ്റൽസ് വ്യാഖ്യാനിച്ചു. ആലേലിയ കേട്ടാൽ കലി ഇളകുന്നു എത്ര. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സുഹൃത്തിനോട് അങ്ങനെയല്ല സംഭവം. അന്ന് തന്നെ സുഹൃത്തിനോട് ഇതാണോ ഓർത്തഡോക്സ്. പക്ഷെ എനിക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സംഭവം മലയാളികളായ എല്ലാവരും, എനിക്കിത് ഏറ്റവും കൂടുതൽ ഫോർവേഡ് ചെയ്തത് എന്റെ മർത്തോമ ഫ്രണ്ട്സ്. മർത്തോമ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഈ ഡിഗ്രിക്ക് പഠിച്ച ഗ്രൂപ്പുണ്ട്. അതിലധികം പേര് ഹിന്ദുസും കൽദായക്കാരുണ്ട്, മർത്തോമക്കാർ, റോമൻ കത്തോലിക്, തൃശ്ശൂർ ഞാൻ പഠിച്ചു, കൽദായക്കാർ, റോമൻ കാത്തലിക്സ്, നായന്മാർ, ഇവരെല്ലാം ഉണ്ട്. അവരെല്ലാം ചോദിച്ചു ഇയാളെന്തിനീ ചൂടാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലേക്കൊക്കെ പോയി ഏറ്റവും കൂടുതൽ പോയൊരു ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ MP ആക്കിയുള്ളൂ. എന്നെ MP ആക്കിയ ഒരു ന്യൂസ് അതുപോലെ ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ അതിന് ഇങ്ങനെ ഇത്ര സമയമായോ. കുഴപ്പമില്ല, നമ്മുടെ ആളുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരുണ്ട്. സ്റ്റിൽ there are 360 people ഉണ്ട്. അവരാരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ? ഇല്ല, അവര് സംശയം ഒന്നും ചോദിച്ചിട്ടില്ല, അവര് കേട്ടോണ്ടിരിക്കുകയാണ്. അവരെ ഒറ്റ വാക്കിൽ എല്ലാവരോടും ഒത്തിരി ഒത്തിരി സന്തോഷം നമുക്ക് അറിയിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചർച്ച ഇന്ന് നടന്നതിൽ ഈ ഓർത്തഡോക്സിയുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ഇവരോട് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞല്ലോ, ഒരു പലപ്പോഴും ഒരു ക്ലാസിക്കൽ മൂവി കാണുന്ന മാതിരിയാണ്. ആദ്യത്തെ കാഴ്ചകളൊന്നും ഒന്നും മനസ്സിലാകില്ല. അല്ലെങ്കിൽ നമ്മുടെ കഥകളിയും ഡപ്പാങ്കുത്തും പോലെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. ശിവു തന്നെ നേരത്തെ പറഞ്ഞു, കഥകളി മനസ്സിലാവണമെങ്കിൽ ആദ്യം കഥകളി പദങ്ങൾ പഠിച്ചിരിക്കണം, അതിന്റെ തീർത്ഥാർത്ഥങ്ങളും തലങ്ങളും പഠിച്ചിരിക്കണം. അതൊക്കെ കഴിഞ്ഞെങ്കിലേ ഇത് മനസ്സിലാവും, ആസ്വദിക്കാൻ തുടങ്ങും. പക്ഷെ അതേ സമയം തന്നെ ഇതിൻ്റെ ഒരു വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ആരാധന അവിടെ നടക്കുന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പകരുന്നുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി പകരുന്നു. ആ പകരുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ നടക്കുമ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, റെവറൻസ് ഫിയർ. ഞാൻ എൻ്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ റെവറൻസ് ഫിയർ അന്ന് എനിക്കുണ്ട്. ഞാൻ കറക്റ്റ് സമയത്തിന് എനിക്ക് എത്തണം, വളരെ ഭക്തിയോടെ നിൽക്കണം. പക്ഷേ ഈ അറിവില്ലായ്മ നമ്മളെ, അറിവ് കിട്ടാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് മാത്രം. സോ അതുകൊണ്ട് എനിക്ക് ദുഃഖമൊന്നുമില്ല പോയതിൽ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. അല്ല, ഇപ്പം നിങ്ങളെയൊക്കെ ഈ കൂട്ടത്തിൽ ഇനിയും പലരും ഉണ്ട്. അതിലെനിക്ക് ഈ ചർച്ചയിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് അത്ര പിടിയില്ലാത്തൊരാളായിരുന്നു നമ്മുടെ ഒരു ശിവന്റെ സുഹൃത്തല്ലേ, നമ്മുടെ ഈ സുഗതന്റെ കെട്ടുപൊട്ടിയ. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വല്ലാത്തൊരു ഒപ്പീനിയനായിരുന്നു. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഒറ്റ സുഹൃത്ത് പറഞ്ഞു, അതൊക്കെ ആ ഒരു സമയത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടായി. അദ്ദേഹം ഇപ്പം ബാക്ക് ടു കാത്തലിക് ചർച്ച്, അദ്ദേഹം അത് ആ രീതിയിലല്ലേ ഇപ്പം അത് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥനാപൂർവ്വം ജീവിച്ചിരുന്നു. നിങ്ങളെല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. അപ്പം പലപ്പോഴും എന്നോട് ഇങ്ങനെ എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ ആ ട്രൂത്തിലേക്ക് എത്തി. ഞാൻ അതുമായിട്ട് ഇതുവരെ സംസാരിച്ചില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവ സത്യത്തിൽ എത്തിക്കും. ആ ഒരു വിളിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വൈദികരിൽ ഒരാളിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഷിബു എന്താ സഭയിൽ ചേരാത്ത? ഞാൻ പറഞ്ഞു, ഷിബുന് അതിനൊരു പ്ലാനുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പൊ ആ അച്ഛൻ തന്നെ പറഞ്ഞു, ഒരു പക്ഷേ ഷിബു ഇപ്പം ഇങ്ങനെ, കാരണം ഷിബു ഒരിക്കൽ ഓർത്തഡോക്സ് സഭക്കാരനായിട്ട് അത് പറഞ്ഞാൽ ഒരുപക്ഷെ ജനം വിശ്വസിക്കുകയില്ല. ജീവിക്കാൻ വേണ്ടി ഓർത്തഡോക്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അഥവാ ഷിബു ഒരു അച്ഛനോ മെത്രാച്ചനായാലും അച്ഛനോ, പിന്നെ വേറൊരാളൊരു കമന്റ് പറഞ്ഞു, അവൻ ഇതൊക്കെ പറയാം, അവസാനം ആളെ പിടിച്ച് അവനൊരു സഭ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, സോ വാട്ട്,
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഷിബു ഒരു സഭയോ തിരുമേനിക്ക് ഫീഡ്ബാക്ക് എല്ലാം കിട്ടുന്നുണ്ട്. തിരുമേനിയാണ് ഇനിയിപ്പോ ഇന്നത്തോടെ കൂടും. കാരണം നമ്മള് ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഒരുപാട് കൂടും. പക്ഷെ അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഷിബുവിന് ദൈവം ഉപയോഗിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം ആ വിധത്തിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. അത് നമ്മൾ സന്തോഷത്തോടെ അതിൽ ഉൾക്കൊള്ളുക. അതേസമയം തന്നെ ഇതിൽ ആ കൂട്ടത്തിൽ തന്നെ കുഴപ്പമുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ മറുവശമൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അവിടെ നിങ്ങൾക്ക് പറയാം, അച്ഛാ എത്രാച്ചാ ഈ കളി കളിച്ചാൽ പോരാ, നിങ്ങൾ ജനത്തെ കെയർ ചെയ്യണം. ഇപ്പൊ തന്നെ ഷിബു ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വഴക്കുണ്ടാക്കി നടന്നാൽ പറ്റുകയില്ല. ജനത്തെ കെയർ ചെയ്യണം. അങ്ങനെ ജനത്തെ കെയർ ചെയ്യുമ്പോൾ ഒരു ഈ അതിന് പറയുന്ന ഒരു അനാകെഫാലയോൺ എന്ന് പറഞ്ഞ ഒരു വീണ്ടും അല്ലേ ഒന്നിച്ചു ചേർക്കുന്ന ഒരു അല്ല, ഈ ജനത്തെ കെയർ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ധാരാളം ഫീഡ്ബാക്ക് തരാൻ പറ്റും. കാരണം ഒരു ഓർത്തഡോക്സ് പ്രീസ്റ്റിനല്ല അവർക്ക് നിങ്ങൾക്ക് കാണാതെ, കാരണം ഞങ്ങൾ ഇപ്പുറത്തു നിന്ന് വരുന്നുണ്ട്, ഇതെങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ആ ഒരു മെത്തഡോളജി ഇവിടെ നിൽക്കുമ്പോൾ നടക്കുകയില്ല. ഇവിടെ നടക്കുമ്പോൾ എന്ത് ചെയ്താലും അല്ല, എന്ത് ലൂപ്പോളിലൂടെയാണ് ആളുകൾ നഷ്ടപ്പെടുന്നത് കൃത്യമായിട്ട് ഇപ്പൊ ഈ പോലീസുകാർ കള്ളന്മാർ ഉപയോഗിക്കുന്നുണ്ട്. കളവ് പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എങ്ങനെ പോകുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോ ലൈവ് മാറിയോ? ഇല്ല, ലാസ്റ്റ് വാക്കുകൾ. അപ്പോൾ ഷിബുവിനെയും സുജിത്തിനെയും ഇന്ന് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. രണ്ട് ഫാമിലീസിനെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ വേർഡ് ഓഫ് അപ്രിസിയേഷൻ രണ്ടുപേരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഷിബുവിനെ 5 കുഞ്ഞുങ്ങൾ അല്ലേ, സുജിത്തിനെ 4 കുഞ്ഞുങ്ങൾ. ഷിബുവിൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. ഈ യാത്രകൾ ഈ ഇതിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരെല്ലാം അതുപോലെ ഷിബുവിൻ്റെ വൈഫിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. സ്മിത അല്ലേ, സ്വപ്നയോട് സംസാരിക്കാൻ പറ്റി. ഇവിടെ ജയ ഇന്നലെ കാണാൻ പറ്റി. എല്ലാം കൂടെ പള്ളിയിൽ വെച്ച് കാണാൻ പറ്റി. എല്ലാവരെയും ദൈവം നടത്തും. അവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മാംസയ്ക്കും ഒക്കെ ഒരുങ്ങുന്നൊരു സമയമാണ്. അതിൽ ചെറിയനോട് ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു. സുജിത്തിൻ്റെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഇതെല്ലാം ആയിട്ടുണ്ട്. ഷിബു ആ തലത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം വളരുന്നത്. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്ത് പറയാൻ കാരണം, ഷിബു തന്നെ ഒരിക്കൽ പറഞ്ഞു, ഈ പെർ ക്യാപിറ്റ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫാമിലിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം കിട്ടിയാൽ